Good evening, everyone. Welcome to AMA webinar section. There were much awaited section and most requested section. Home construction, renovation, interior related. We frequent question means there is AMA section arranged. That's why we request industry top expert Livin Thomas sir. Livin sir, chief designer come director of Greenash Villa firm in the director come principal designer. ഇതിനു മുമ്പ് ഗ്രീനാഷ് വില്ലയിലെ സുബിൻ സാർ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു വെബിനാർ സെക്ഷനും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ തന്നെ സാറിന്റെ കൂടെയുള്ള സുബിൻ സാറും നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. സോ വി ആർ വെരി ഹാപ്പി ടു ഹാവ് ലിബിൻ സാർ വിത്ത് അസ്. താങ്ക് യു സർ ഫോർ അപ്രൂവിംഗ് അവർ റിക്വസ്റ്റ്. വെൽക്കം ടു ദിസ് AMA സെക്ഷൻ. Okay, so നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റേസ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് തരാം. എന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് സാറുമായിട്ട്. സോ ആർക്കെങ്കിലും ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അൺമ്യൂട്ട് ചെയ്ത് തരാം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ചോദിക്കാം. ഞാൻ എല്ലാവർക്കും പെർമിഷൻ തരാം. രജി നാരായൺ സർ ചോദിച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മളൊരു വീട് പുതിയത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ ബേസിക് ആയിട്ട് ഫ്രം ദ സ്റ്റാർട്ടിങ് നമ്മൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ചിട്ട് ആസ് എ എന്താ പറയാ, നമ്മളിപ്പോ ഈ ഒരു മേഖലയൊന്നും അല്ല, അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഒന്നും തന്നെ അറിയില്ല. അപ്പോ ഒരു വീട് ബിൽഡ് ചെയ്യാനായിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരാള് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോ എന്ത് മുതലേ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഫ്രം ദ ബോട്ടം. അതെ, അപ്പൊ ഇതിനകത്ത് വീടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, നമ്മൾ പ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ മുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ റൂള്. അതായത് നമ്മളൊരു പ്ലോട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് പൊതുവെ ഞങ്ങൾ പറയാം. അപ്പം ബേസിക് ആയിട്ട് ഒരു വീട് പണിയുന്ന സമയത്ത് നിങ്ങൾക്ക് റിക്വയർ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ട് ആണ് മെയിൻ ആയിട്ട് വേണ്ട ഒരാൾ. അതായത് ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിന്റെ ഒരു കൺസൾട്ടൻസി സർവീസ് തരുന്ന ഒരു ഫേമുമായിട്ടോ ഒരു കൊളാബറേഷൻ വേണം. അപ്പം അത് ഈ ആർക്കിടെക്ട് ചെയ്യുന്ന ജോലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതായത് ക്ലയന്റിന് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് ആർക്കിടെക്ടിന്റെ ജോലി. അതായത് ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണോ ലേബേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അതായത് ഒരു വീട് പണിയുന്നതിന്റെ വിവിധങ്ങളായ കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നതാണ് ഒരു ആർക്കിടെക്ട് ചെയ്യണത്. അപ്പം ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരാൾ ഒരു ആർക്കിടെക്ട് ആണ്. പിന്നെ രണ്ടാമത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്ലോട്ട് വാങ്ങിയിട്ട് എപ്പോ ഒരു ആർക്കിടെക്ടിന്റെ അടുത്ത് പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈവൻ നിങ്ങളൊരു പ്ലോട്ട് ഇനി അഥവാ നിങ്ങൾക്ക് പാരമ്പര്യ സ്വത്തായിട്ട് കിട്ടിയതോ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ വാങ്ങിയതോ ആണെങ്കിൽ ആ പ്ലോട്ടിൽ യാതൊരു കാരണവശാലും ഒരു പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യരുത്. അതായത് നിങ്ങളുടെ ഐഡിയക്ക് നിങ്ങൾ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്യരുത്. എക്സാക്ട് എങ്ങനെയാണോ ഈ നിലവിൽ ഇപ്പൊ ആ പ്ലോട്ട് ഉള്ളത് അത് അതേപടി തന്നെ ഒരു ആർക്കിടെക്ടിനെ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിനെ കാണിക്കുക. അയാളുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് മുമ്പോട്ട് പോകും. പിന്നെ ഇതിനകത്ത് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആർക്കിടെക്ടിനെ അല്ലെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ഫേമിനെ പറ്റിയും അതിനെപ്പറ്റി നന്നായിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് അവരുമായിട്ടൊക്കെ ഒന്നോ രണ്ടോ സംസാരമൊക്കെ സംസാരിച്ച് അവരുടെ റെനോവേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് തുടങ്ങിയവയെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ വൺസ് ഒരാളെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കാരണം നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്ന പോലെ, അതായത് നിങ്ങളൊരു ഒരു രോഗത്തിന് ചികിത്സിക്കാൻ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾക്ക് ചില കാരണങ്ങളുണ്ടാവും. അപ്പം ആ ആള് പറയുന്നത് അതേപടിയാണ്. അല്ലാതെ നമ്മൾ നേഴ്സ് പറയുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ അറ്റൻഡർ പറയുന്നതോ കേട്ടിട്ട് നമ്മൾ ചികിത്സിക്കാനായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രോഗി മരിച്ചു പോകും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു ആർക്കിടെക്ടിനെ സെലക്ട് ചെയ്തതിന് മുമ്പ് നമ്മൾ അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം അതെല്ലാം നമ്മൾ നോക്കണം. അതിനുശേഷം വൺസ് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഗൈഡൻസ് വരച്ച് തന്നെ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. പിന്നെ ആർക്കിടെക്ട്സിന്റെ പല ടൈപ്പുള്ള ആർക്കിടെക്ട്സ് ഉണ്ട്. ചിലരെന്ന് പറയുന്ന ക്ലയന്റ് സൈഡിൽ നിന്നുള്ള ഇൻവോൾവ്മെന്റ് ഒരു പരിധിയിലധികം
എന്റർടൈൻ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അങ്ങനത്തെ അതിപ്പോ നമ്മൾ അവരുമായിട്ട് 1-2 തവണ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഒരു രീതി എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടും അവരുടെ റെമ്യൂണറേഷൻ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് സ്യൂട്ട് ആവുന്നതാണെന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇനി ഇതിന്റെ ഒരു അതർ സൈഡ്, ലീഗൽ ആയിട്ടുള്ള സൈഡ് പറയുവാണെങ്കിൽ നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് പോകുമ്പോൾ ആർക്കിടെക്റ്റിനെ സെലക്ട് ചെയ്യുന്നതിൽ തന്നെ നമ്മൾ എന്തൊക്കെയാ നോക്കാനുള്ളത്? ഏതാ ആർക്കിടെക്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെയാണ് നോക്കാനുള്ളത്? കാരണം നമുക്കിപ്പോ 2-3 ചെയ്യാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്ന്, നമ്മൾ അവരുമായിട്ട് നേരിട്ട് സംസാരിക്കുക. അതായത് അവരുടെ ഒരു ലൈൻ ഓഫ് വർക്കിന്റെ രീതി എങ്ങനെയാണ്, അപ്പൊ അവരൊരു വർഷം എത്ര വർക്ക് ചെയ്യും, അല്ലെ അവര് ഒരു വർക്കിൽ നമ്മുടെ സൈറ്റിൽ എത്ര തവണ വിസിറ്റ് ചെയ്യും, അവരുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ടാവും, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുക. അപ്പം അത് ഓരോ ഫേമും അവരുടെ രീതിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകും സർവീസുകളിൽ. അതുപോലെ സർവീസുകളുടെ അനുസരിച്ചിട്ട് അവരുടെ ഫീസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. രണ്ടാമത് പിന്നെ മെയിനായിട്ടുള്ളത്, ഇവരിതിന് മുമ്പ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ്, അത് ഏത് ആർക്കിടെക്ട് ആണല്ലോ അദ്ദേഹം അതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു 2-3 പ്രോജക്റ്റുകൾ നിങ്ങൾ നേരിട്ട് പോയി കാണാൻ പറ്റുവാണെങ്കിൽ നേരിട്ട് തന്നെ പോയി കാണുക. ഇപ്പൊ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് യൂട്യൂബിൽ. എന്നാലും അത് ഒരു 70% നമുക്ക് അതിന്റെ ഒരു എക്സാക്ട് പിക്ചർ നമുക്ക് കിട്ടുള്ളൂ. ബാക്കി ഒരു 30% നമ്മൾ ഓൺ സൈറ്റിൽ ചെന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം അതിന് മുമ്പ് അവർ ചെയ്ത പ്രൊജക്ടുകൾ ഏതൊക്കെയാണെന്ന് അന്വേഷിക്കുക, ആ പ്രൊജക്ടുകൾ പോയി കാണുക, പറ്റുവാണെങ്കിൽ അവിടുത്തെ ഓണറുമായിട്ട് സംസാരിക്കുക. അപ്പൊ ഇവരുടെ ഒരു രീതി എങ്ങനെയാണ്, അപ്പം എങ്ങനെയാണ് വർക്കുകൾ നടക്കുന്ന രീതി, എത്ര നാളെടുത്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരാളെ സെലക്ട് ചെയ്യുക. അപ്പം ബ്ലൈൻഡ് ആയിട്ട് നമ്മളിപ്പം ഗൂഗിൾ സെർച്ച് ചെയ്ത ഒരാളെ എടുക്കുന്നതിന് അർത്ഥമില്ല. നമ്മൾ മുൻകൂട്ടി ഇതിന് മുമ്പ് ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുമായിട്ടൊന്ന് സംസാരിച്ച് അങ്ങനെ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ടുള്ള പറഞ്ഞോളൂ, ഞാൻ ഇടയിൽ കയറി ചോദിച്ചതാ. പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്ലോട്ട് വാങ്ങിക്കാൻ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടി ലോൺ വെക്കുക എന്ന് പറയും. അതായത് ഒരു 1 ലക്ഷം രൂപയാണെങ്കിലും ശരി, നമ്മൾ ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടി കൊണ്ട് ലോൺ വെച്ചോളാൻ പറയാം. വേറെ ഒന്നിനും വേണ്ടി ലീഗൽ അഡ്വൈസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആധാരത്തിന് മുന്നാധാരങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കിടപ്പുണ്ടോ എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബാങ്കുകളുടെയൊക്കെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യുന്ന വക്കീലുമാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് ഈ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം പിന്നീട് നമ്മൾ വാങ്ങിയതിന് ശേഷം അതിന്റെ അകത്ത് എന്തെങ്കിലും മുന്നാധാരപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത വേണ്ടി നമുക്ക് അവോയ്ഡ് ചെയ്യാം ഒരു ലോണൊക്കെ വെക്കുന്ന സമയത്ത്. അതാണ് നോക്കാനുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചില ഏരിയകളെ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഉണ്ടാവും. അതായത് എന്തെങ്കിലും ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഏറ്റെടുക്കാൻ കിടക്കുന്ന സ്ഥലങ്ങളോ, അല്ലെങ്കിൽ ഒരു റോഡിന്റെ വൈഡനിങ്ങിന് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ള റോഡുകളോ, അതുപോലെ തന്നെ ഇപ്പം ഈ തീരദേശ പരിപാലന ചട്ടം എന്നൊക്കെ പറയുന്ന നിയമങ്ങളുണ്ട്. അതായത് ഇപ്പം പുഴയിൽ നിന്നും കായല് ഇങ്ങനെയുള്ള വാട്ടർ ബോഡീസിൽ നിന്നൊക്കെ ഇത്ര മീറ്റർ പാലിക്കണം എന്നൊക്കെ, അത് ഓരോ വാട്ടർ ബോഡിക്കും അനുസരിച്ചിട്ട് അതിന്റെ റൂളിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതായത് ലോക്കൽ അതോറിറ്റി എവിടെയാണോ, അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ് നമ്മൾ അന്വേഷിക്കണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പ്രോപ്പർട്ടി വാങ്ങുന്ന സമയത്ത്. പിന്നെ നിങ്ങള് വീട് പണിയുന്നതിലേക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ കാണുക, പ്ലാൻ വരപ്പിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പം ഈ പ്ലാൻ വരയ്ക്കുക എന്ന് പറയുന്ന ഒരു സമയത്ത് ഒരിക്കലും നിങ്ങൾ റഷ് എടുക്കരുത്. അതായത് എനിക്കിപ്പോ ചിങ്ങമാസം തന്നെ കല്ലിടണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇപ്പം മാർച്ചില് എങ്കിലും തുടങ്ങിയാലേ ഉള്ളൂ ഒരു 4 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം എങ്കിലും ഒരു സമയം നമ്മൾ കണക്കാക്കണം ഒരു വർക്ക് പ്ലാൻ എന്ന് പറയുന്ന സ്റ്റേജിൽ നിന്ന് വീട് പണിയുന്ന സ്റ്റേജിലേക്ക് പോകാനായിട്ട്. അപ്പൊ അത്രയെങ്കിലും, കാരണം കൂടുതൽ സമയം നമ്മൾ പ്ലാനിങ്ങിൽ കൊടുക്കുന്നത് പിന്നീട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് വളരെയധികം സഹായിക്കും. അടുത്തൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നേരിട്ട് കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റുന്ന കഴിവുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം മെറ്റീരിയൽ മേടിച്ചു കൊടുത്തിട്ട് ലേബർ കോൺട്രാക്റ്റിൽ ചെയ്യാന്ന് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ഉൾപ്പെടെയുള്ള ലേബർ കോൺട്രാക്റ്റുകൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ടേൺകി പോലത്തെ വർക്കുകൾ എടുത്ത് ചെയ്യുന്ന കോൺട്രാക്ടർമാരുണ്ട്. ഈവൻ ടേൺകി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഞങ്ങളുടെയൊക്കെ ഫേം ഞങ്ങൾ ഒരിക്കലും ടേൺകി എന്ന് പറയുന്നത് ആദ്യമേ തന്നെ അഡ്വൈസ് ചെയ്യാറില്ല. പാർട്ട് ബൈ പാർട്ട് ആയിട്ട് കോൺട്രാക്ട് കൊടുക്കുന്നത് ആണ് ഞങ്ങൾ അഡ്വൈസ് ചെയ്യാറ്. അപ്പം ഈവൻ കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് പോലും ആർക്കിടെക്ടിന്റെ അഡ്വൈസ് ഒക്കെ നോക്കിയിട്ട് ഇവർ അവരുടെ റേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്തിട്ടൊക്കെ നമുക്ക് കോൺട്രാക്റ്റുകൾ കൊടുക്കാം. നേരിട്ട് ലേബറിനെ വെച്ച് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും. അത് അത്രയ്ക്ക് കഴിവും പ്രാപ്തിയും നാട്ടിൽ നിൽക്കാനും എല്ലാ ദിവസവും ഇതിന്റെ പുറകെ നടക്കാനും ഒക്കെ സമയവും സാഹചര്യവും ഒക്കെ ഉള്ളവർ അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത സംബന്ധിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്.
ഈ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് ഇന്റീരിയർ പ്ലാനിങ് ചെയ്യണം എന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അതിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈവൻ നമ്മൾ പ്ലാൻ ചെയ്യണ സമയത്ത് തന്നെ അതിന്റെ ഒരു ഫർണിച്ചർ ലേ ഔട്ട് എങ്കിലും നമ്മൾ അതിൻ്റെ അത് ഇട്ട് പോകണം. അതായത് ഇപ്പൊ ഒരു ബെഡ്റൂം വരെ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു ബെഡ്റൂം വരയ്ക്കുവാണ്, ആ ബെഡിന്റെ കട്ടിലിന്റെ ഹെഡ് റെസ്റ്റ് എങ്ങോട്ടായിരിക്കും വരിക, അപ്പൊ അങ്ങോട്ട് ഹെഡ് റെസ്റ്റ്, അപ്പൊ ആ ബെഡ്റൂമിൽ കിടക്കുന്ന ബെഡിന്റെ സൈസ് എന്തായിരിക്കും, കിങ് സൈസ് ഉള്ള ബെഡ് ആയിരിക്കും അതോ ക്യൂൻ സൈസ് ഉള്ള ബെഡ് ആയിരിക്കും കിടക്കുക. അപ്പം അങ്ങനെയാണെങ്കിലേ ഉള്ളൂ ഒരു ക്യൂൻ സൈസ് ബെഡ് വന്നു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്കും എത്രത്തോളം സ്ഥലം നടക്കാനുണ്ടാവും. അത് കഴിഞ്ഞ് ഒരു മേശ നമ്മൾ ഇടുവാണെന്നുണ്ടെങ്കിൽ അത് എവിടെ ഇടണം, ഒരു വാർഡ്രോബ് കൊടുക്കുവാണെങ്കിൽ അത് ഏത് കോർണറിൽ കൊടുക്കണം. അപ്പൊ ആ വാർഡ്രോബ് വരുന്ന ഭിത്തിയിൽ ജനലുകൾ പാടില്ല, അപ്പൊ ജനലില്ലാത്തൊരു ഭിത്തിയിൽ വേണം വാർഡ്രോബ് വരാനായിട്ട്. ഈവൻ വാർഡ്രോബ് വരുമ്പം ബാക്കി റൂമിന്റെ അകത്തുള്ള മൂവ്മെന്റ്സിനെ ബാധിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഫർണിച്ചർ ലേ ഔട്ട്, അതായത് ഇന്റീരിയർ ഡിസൈൻ കംപ്ലീറ്റ്ലി വേണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ഓരോ ഫർണിച്ചറുകളും ഓരോരോതിന്റെ പൊസിഷനുകൾ എവിടെയായിരിക്കും എന്ന് മാർക്ക് ചെയ്യുന്ന ഒരു ഫർണിച്ചർ ലേ ഔട്ട് പ്ലാനിങ്ങിന്റെ സമയത്ത് തന്നെ ചെയ്തു പോകുന്നതാണ് നല്ലത്. കാരണം പ്ലാനിങ്ങിൽ ഈവൻ ഫർണിച്ചർ ലേ ഔട്ടോട് ഉൾപ്പെടെയാണ് പ്ലാൻ എന്ന് നമ്മൾ പറയാറ്. അല്ല, അതിന് അവര് എക്സ്ട്രാ ആണ് പറയുന്നത്. നമ്മൾ ചോദിച്ചപ്പോ ഒരു പ്ലാനിനകത്ത് ചില ആൾക്കാർ പറയുന്നു ബേസിക് പ്ലാൻ ആണ്, ബേസിക് പ്ലാനിന് ഇത്ര രൂപയാണ്. ചില ആൾക്കാർ പറയുന്നു ബേസിക് പ്ലാനിനകത്ത് അവര് പ്ലംബിങ്ങും ഇലക്ട്രിക്കും അതൊക്കെ ഇൻക്ലൂഡഡ് ആണ്, പക്ഷെ ഇന്റീരിയർ ആൻഡ് ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ അതിന് കുറച്ച് എക്സ്ട്രാ ആണ്. അതെ, അപ്പൊ ബേസിക്കിന്റെ കൂടെ ഇന്റീരിയറിന്റെ മൊത്തം ഡ്രോയിങ്ങിനെ കുറിച്ച് നമ്മളപ്പോ ചോദിക്കേണ്ട, നമുക്ക് അതിന്റെ ഫർണിച്ചർ ലേ ഔട്ട് മാത്രം തരാൻ പറഞ്ഞാൽ മതി. അത് പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ അതിന്റെ അകത്ത് ഫർണിച്ചറുകൾ എവിടെയൊക്കെ ആയിരിക്കും. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ കിച്ചന്റെ അകത്ത് സിങ്ക് എവിടെയായിരിക്കണേ, സ്റ്റൗ എവിടെയായിരിക്കും വരിക, ഫ്രിഡ്ജ് എവിടെയായിരിക്കും കൊടുക്കുക, തുടങ്ങിയവയെ കുറിച്ചിട്ടുള്ള ഒരു മാർക്കിംഗ് പ്ലാനിങ്ങിന്റെ സമയത്ത് തന്നെ അതിൽ ഇട്ടു പോകരുത്. കാരണം അത് പ്ലാനിങ്ങിന്റെ സമയത്ത് തന്നെ ചെയ്യണം. കാരണം അത് അങ്ങനെ ചെയ്താലേ ഉള്ളൂ അവിടെ അത് വരുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് പ്ലാന്റെ സമയത്ത് തന്നെ പോയി ചിന്തിക്കാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും പ്ലാന്റെ സമയത്ത് തന്നെ ഫർണിച്ചർ ലേ ഔട്ട് ചെയ്യണം, ചെയ്യുന്നതാണ്. അത് അപ്പൊ പ്ലാനിലാണ് വരുന്നത് അല്ലെ? ഇന്റീരിയർ മൊത്തം ചെയ്യണമെന്നില്ല, ഇന്റീരിയർ അല്ലാണ്ട് മുഴുവൻ ചെയ്യണ്ട. ജസ്റ്റ് പ്ലാന്റെ അകത്ത് തന്നെ ഈ ഫർണിച്ചറുകളുടെ പൊസിഷൻ എവിടെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഓക്കെ. കാരണം പിന്നീട് നമുക്ക്, അതായത് ഒരു 2D ആയിട്ട് തന്നെ ഈ ഇന്റീരിയറിന്റെ ലേ ഔട്ട് മാത്രം പ്രിപ്പയർ ചെയ്യാം. പിന്നീട് അതിനെ ഡെവലപ്പ് ചെയ്യുകയും കണ്ടു കഴിഞ്ഞാൽ അത് എക്സാക്ട്ലി 3D ആയിട്ട് അത് എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഫർണിച്ചറിന്റെ ഷേപ്പ് എന്താണ് തുടങ്ങിയൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. പക്ഷെ അതിന്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളതെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ പ്ലാനിങ്ങിന്റെ സമയത്ത് തന്നെ തീരുമാനിച്ചു പോകണം. കാരണം ഇപ്പൊ ഒരു വാർഡ്രോബ് ഒരു സ്ഥലത്ത് പൊസിഷൻ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാൽ പോലെ ഒരു വാർഡ്രോബിന് 60 സെന്റിമീറ്റർ, ഇപ്പം സേ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ഡൈനിങ് ടേബിൾ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാന്ന് നമ്മൾ ആദ്യം തന്നെ ക്ലൈന്റിനോട് ചോദിക്കും, നിങ്ങൾ എത്ര സീറ്റുള്ള, പ്ലാൻ വരയ്ക്കണ സമയത്ത് തന്നെ ചോദിക്കും എത്ര സീറ്റിംഗ് ഉള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ 8 സീറ്റർ ആണ് ആള് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ് മുറിക്ക് വേണ്ടി നമ്മൾ ഡൈനിങ് റൂം ആയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന പൊസിഷനിൽ നമ്മൾ 8 സീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു 8x4 സൈസിലുള്ള ഒരു സ്ക്വയർ റെക്ടാംഗിളും അതിനോട് ചേർന്നിട്ട് പിന്നെ ഒരു 4 ഫീറ്റോളം ഈ കസേരകൾക്കൊക്കെ വേണ്ടിയിട്ട് അതേതൊരു ഓഫ്സെറ്റ് കൂടി ഇട്ടിട്ടുള്ള ഒരു സ്ക്വയർ ലൈൻ നമ്മൾ അവിടെ വരച്ചിട്ട് നമ്മൾ അവിടെ കാണിക്കും. കാരണം അത്രയും സ്പേസ് വേണം ഒരു 8 സീറ്റർ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ കിടക്കണമെങ്കിൽ എന്നാണ് അത് നമ്മളിവിടെ കാണിക്കുമ്പോഴത്തെ ഉദ്ദേശം. അപ്പം നമ്മളത് പ്ലാന്റെ നമ്മളത് മാർക്ക് ചെയ്ത് ഇട്ടാലല്ലേ ഉള്ളൂ അതവിടെ 8 സീറ്ററോടെ വീഴും എന്നുള്ളത് നമുക്ക് അറിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു 6 സീറ്ററിനുള്ള സ്പേസേ കൊടുത്തിട്ടുള്ളൂ, പിന്നീട് ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 8 സീറ്ററോടെ വേണം തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാണ്ട് വരും. സർ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാമോ? സുജിത് സാർ, സുരേന്ദ്രൻ സാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. സാർ ഹലോ, നമുക്ക് മഡ് ബ്രിക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങളും ഗുണങ്ങളും ഒന്ന് പറഞ്ഞുതരാമോ? മഡ് ബ്രിക്ക് എന്ന് ഉദ്ദേശിച്ചത് മറ്റേ ഫയർ ബ്രിക്ക് അല്ലല്ലോ? ഫയർ ബ്രിക്ക് അല്ല, മറ്റേ അല്ലേ? അതെ അതെ. അതിനിപ്പം അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് ചൂടാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അതായത് ചൂട് കുറയ്ക്കാൻ പറ്റും, ക്ലേ ആയതുകൊണ്ട് ചൂട് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ട് ഇപ്പൊ അങ്ങനെ ഒരു എടുത്തു പറയത്തക്ക ഡിസഡ്വാൻറ്റേജുകളില്ല. പിന്നെ ഒരു പറയണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈവൻ ഇത് മഡ് ബ്രിക്ക് ആയതുകൊണ്ട് ഇതിന്റെ ഉള്ളില് സിമെന്റ് പോലത്തെ മെറ്റീരിയലൂടെ കുറച്ച് ചേർന്നിട്ടാണ് ഇതിനെ ബ്രിക്ക് ആക്കുന്നത്. അപ്പോ ഇത് പക്ഷേ ഒരു സോളിഡ്, നമ്മുടെ സിമെന്റ് ബ്രിക്ക് ഉണ്ടാക്കുന്ന അത്ര സിമെന്റ് ഇതിനകത്ത് ചേർക്കില്ല, വളരെ ക്വാണ്ടിറ്റി കുറച്ച് ഇതിനകത്ത് ചേർക്കുള്ളൂ. അപ്പൊ ആക്ച്വലി ഇതിന്റെ പശിമ കൊടുക്കുന്നത്, അതായത് ഈ ബ്രിക്കിന് ഒരു ബോട്ടിങ് കൊടുക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് അതിൽ ഉപയോഗിക്കുന്ന ക്ലേയുടെ ക്വാളിറ്റി.
അതായത് എത്രത്തോളം പശിമയുള്ള ക്ലേ ആണോ അതിന് യൂസ് ചെയ്തിരിക്കുന്നത്, അപ്പം അതാണ് അതിന്റെ അകത്തെ ഒരു കാര്യം. രണ്ടാമത് അതിൻ്റെ അത് ഉപയോഗിക്കുന്ന സിമെന്റ്, അതിന്റെ എത്ര ക്വാണ്ടിറ്റി സിമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്നാമത് അതിന് കൊടുത്തിരിക്കുന്ന പ്രഷർ, എത്ര പ്രഷറിലാണ് ഇത് കംപ്രസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ സ്ട്രെങ്തും അതിന്റെ ക്വാളിറ്റി നിൽക്കുക. പിന്നെ ഇതിന് കാലക്രമത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വെള്ളവുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. അതായത് നനവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇത് ഫയർ ബ്രിക്കുകൾ പൊതുവെ വെള്ളമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും മാറില്ല, ഷേപ്പ് മാറില്ല. പക്ഷെ ക്ലേ ബ്രിക്കുകൾ വെള്ളവുമായിട്ടൊരു പരിധിയിലധികം കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചെറുതായിട്ട് പൊളിഞ്ഞു പോകുന്ന പോലത്തെ, അതായത് ചെറിയ പരിവരാണ് പൊളിഞ്ഞു പോകുന്ന പോലത്തെ കംപ്ലൈന്റുകളൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും വെള്ളവുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ അതിന് ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യത അതിനുണ്ട് ചിലപ്പോ. പക്ഷെ വേണ്ട വിധത്തിലുള്ള, അതുകൊണ്ട് നമ്മള് ഈ നന്നായിട്ട് റൂഫ്ഡ് ആയിട്ടുള്ള കീഴടക്കമൊക്കെ ഉള്ള റൂഫിങ് ഉള്ള ഒരു സ്ട്രക്ചറിൽ ആണ് ഈ ക്ലേ ബ്രിക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുക. അല്ലാത്തൊരു ഇപ്പം നനയുന്ന ഒരു എക്സ്റ്റീരിയർ വാളിലൊന്നും നമുക്ക് ക്ലേ ബ്രിക്കിന് ഒരിക്കലും നനവ് തട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ക്ലേ ബ്രിക്കിനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്തവർക്കൊക്കെ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. സർ, അടുത്തത് അശ്വതി മാം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. അശ്വതി മാം ചോദിക്കാം. മാം അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്റെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺട്രാക്ട് കൊടുക്കത്തില്ലേ, അതായത് നമ്മൾ പ്ലാൻ ഒക്കെ ചെയ്തതിന് ശേഷം കോൺട്രാക്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ തന്നെ മെറ്റീരിയൽ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലേബർ ചാർജ് ഉണ്ടല്ലോ, അത് നമ്മൾക്ക് അതിനൊരു റേഷ്യോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇപ്പൊ ഞാൻ 1 ലക്ഷം രൂപയുടെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് എത്രമാത്രം ലേബർ ചാർജ് കൊടുക്കേണ്ടി വരും? അങ്ങനെ നമുക്ക് അങ്ങനെ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ലേ. ലേബർ ചാർജ് എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ പ്ലാൻ അനുസരിച്ചിട്ട് ഒരു വീടിന്റെ പ്ലാൻ ഒക്കെ കണ്ടാലേ ഉള്ളൂ അതിന്റെ ലേബർ എക്സ്പെൻസ് എത്രത്തോളം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഹൈറ്റും ഇത് പണിയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതകളും ഒക്കെ ഇതിനകത്ത് വേരിയബിളാണ്. അപ്പം യൂഷ്വലി നമുക്ക് മെറ്റീരിയലിന്റെ ഒരു വില വെച്ചിട്ട് ലേബറിന്റെ കോൺട്രാക്ടിന്റെ റേറ്റിനെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് യൂഷ്വലി ഞങ്ങളൊക്കെ ചെയ്യുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു 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 മുൻ അറിവുണ്ടല്ലോ. അതായത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് തീരെ അറിവില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ലേബർ കൊടുക്കുന്നതിൽ നല്ലൊരു ലേബർ കോൺട്രാക്ട് ഒരാൾക്ക് കൊടുത്തതിന് ശേഷം ആളുടെ നമ്മൾ സ്റ്റേജുകൾ മേടിക്കുക വിവിധങ്ങളായി. അതായത് ഇപ്പം കടപ്പണി കഴിയുന്നോടം വരെ ഇത്ര രൂപ, അപ്പൊ ലിൻഡിൽ വരെ കട്ട കെട്ടുന്ന സമയത്ത് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിവിധങ്ങൾ മൊത്തം ഒരു തുകയ്ക്കാണ് അയാൾ വർക്ക് പിടിച്ചിരിക്കുന്നതെങ്കിൽ ആ തുകേനെ തന്നെ ഓരോ സ്റ്റേജ് കഴിയുമ്പം എത്ര രൂപ എന്നുള്ളതിനെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അയാളോട് എഴുതി തരാൻ പറയാം. എന്നിട്ട് ആ പേയ്മെന്റിന് ആ സ്റ്റേജ് വരെ വർക്ക് എത്തുന്ന സമയത്ത് ആ പേയ്മെന്റിന് മേളില് പേയ്മെന്റ് ആൾക്ക് പോകാത്ത രീതിയിൽ നിങ്ങൾ മാനേജ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, പകുതിയോളം വർക്ക് ഇപ്പം ഏത് സ്റ്റേജ് വരെയാണ് എത്തേണ്ടത്, ആ സ്റ്റേജിന്റെ പകുതിയോളം വർക്ക് എത്തുമ്പോഴും പേയ്മെന്റ് പകുതിക്ക് മേളിൽ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. അതല്ലാണ്ട് നമുക്ക് മെറ്റീരിയൽ ഇത്ര ക്വാണ്ടിറ്റി മേടിച്ച് ഇത്ര രൂപയുടെ മെറ്റീരിയൽ മേടിച്ചപ്പോഴത്തേക്ക് അത് ഇത്ര രൂപയുടെ ലേബർ വരും എന്നൊരു കണക്കെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അതായത് അതായത് സ്ട്രക്ചർ വർക്ക് ഒരാൾക്ക്, പെയിന്റ് വർക്ക് ഒരാൾക്ക് അങ്ങനെ കൊടുക്കുന്നതാണോ ലാഭം, അതോ എല്ലാം കൂടി ഒരാളെ ഏൽപ്പിക്കുന്നതാണോ ലാഭം? അത് പലത് കൊടുക്കുന്നതും നല്ലൊരു പ്രൊസീജിയറാണ്. പക്ഷെ അത് കൊടുക്കുമ്പോൾ നമ്മൾ റേറ്റ് കൃത്യമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. പലത് കൊടുക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്നതിലും നല്ലത് എപ്പോഴും പലത് കൊടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പം കാരണം ഇത് എല്ലാം കൂടെ ഒരാൾ പിടിച്ചാലും അയാൾ പിന്നീട് എടുത്തിട്ട് സബ് കോൺട്രാക്ട് കൊടുക്കുവോ അല്ലെങ്കിൽ അയാളുടെ പല ലേബർമാരെ ഉപയോഗിച്ച് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും ഓരോ ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പെയിന്റിങ് നല്ലൊരാളെ ഏൽപ്പിക്കാം. അപ്പൊ നമ്മൾ പക്ഷെ ഇതിനൊക്കെ പുറകെ മെനക്കെടേണ്ടി വരും. കാരണം ഈ ഓരോ ആൾക്കാർക്കുള്ള കൂലി നമ്മൾ സെപ്പറേറ്റ് കണക്കാക്കണം, ഓരോരുത്തർക്കുള്ള പേയ്മെന്റ് കൊടുക്കണം. അപ്പൊ അതിന്റെയൊക്കെയുള്ള മെനക്കേട് നമുക്കുണ്ടാവും. അത് മെനക്കെടാൻ നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് കോൺട്രാക്ടുകൾ കൊടുക്കുന്നതാണ് നല്ലത്. അടുത്തത് ബേനസീർ സർ ഒരു ഹാൻഡ് റേസ് ചെയ്തിട്ട് കുറെ നേരമായി വെയിറ്റ് ചെയ്യണം. സർ ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഹലോ, നമ്മളിപ്പോ വീട് പണിയുമ്പോ മറ്റേ ഈ വുഡ് സ്റ്റീൽ ഡോർസും ഇതൊക്കെ എല്ലാരും ഇപ്പൊ യൂസ് ചെയ്യുന്നില്ലേ? അപ്പൊ അത് ചെയ്യുമ്പോ നമ്മള് കട്ടിലൊന്നും വെക്കാൻ പാടില്ലല്ലോ. അതെ, കട്ടള വെക്കാൻ പാടില്ല. രണ്ടും ഉണ്ട് കേട്ടോ. അതുപോലെ ഈ മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ നമ്മൾ സ്ലാബും കാര്യങ്ങളും ഒന്നും നേരത്തെ ചെയ്യാൻ പാടില്ലല്ലോ.
അല്ല അപ്പൊ അത് മറ്റേ ഇപ്പൊ നമ്മൾ നോർമൽ ചെയ്യുന്നതും ഇത് തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് അറിയാനായിരുന്നു ഏത് നല്ലതെന്ന്. അല്ല, അത് ഡിഫറൻസ് എന്നുള്ളതല്ല. ഇത് ഈ മോഡുലാർ കിച്ചൺ പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സ്ലാബ് വാർക്കാൻ പാടില്ല എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് മോഡുലാർ കിച്ചന്റെ ഒരു കബോർഡ് പണിയുന്ന ഒരു രീതിയുണ്ട്. അതിന് സ്ലാബ് നമ്മൾ വാർക്കേണ്ട കാര്യമില്ല. കാരണം അത് വാർക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യേണ്ടതെന്ന് പറയണേ. അപ്പൊ മറ്റേ വാർത്തിട വഴി നമ്മളൊരു കോൺട്രാക്ടർക്ക് കൊടുക്കാണ്. ബാക്കി തേപ്പ് വരും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ നമ്മള് ഇത് കബോർഡ് വർക്കുകളാണെങ്കിലും മറ്റേ ഇതെല്ലാം നമ്മള് വേറെ സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റേറ്റ് കുറവായിട്ടല്ലേ നമുക്ക് വരുള്ളൂ. സ്ലാബ് വാർത്തുകൊണ്ട് മാത്രമോ? അല്ല, ഇതിന്റെ മാത്രമല്ല, നമ്മൾ റൂമുകളിലും ഒക്കെ നമ്മള് അലമാരി ഒന്നും നമ്മള് ചെയ്യുന്നില്ല. എല്ലാം നമ്മള് കബോർഡ് അല്ല. അപ്പൊ റേറ്റ് അപ്പൊ നമ്മള് ഈ ലേബർ കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് ആളുമായിട്ട് സംസാരിക്കണം. ഇതിനപോലെ കബോർഡുകളൊന്നും ചെയ്യുന്ന കാര്യമില്ല, ഒന്നും ചെയ്യണില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള റേറ്റ് പറഞ്ഞാൽ മതി എന്ന് പറയണം ആളോട്. ലേബർ കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് അപ്പൊ അതിനനുസരിച്ച് റേറ്റ് കുറച്ച് പറയാലോ. പിന്നെ ഈ സ്റ്റീൽ ഡോറൊക്കെ വെക്കുന്നത് നല്ലതാണോ, വുഡിനേക്കാൾ നല്ലതാണോ? വുഡിനേക്കാളും നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് ഡിപ്പെൻസ് ആണ്. അതായത് ഇപ്പം നമ്മള് നല്ല ഡോറ്, അതായത് പിന്നീട് ഫിക്സ് ചെയ്യുന്ന നല്ല ഡോർ, ഇപ്പൊ ടാറ്റയുടെ പ്രവേശം എന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല ഡോറുകളുണ്ട്. അപ്പൊ ആ ഇച്ചിരി ക്വാളിറ്റി കൂടിയ പൗഡർ കോട്ടൊക്കെ ചെയ്ത് വരുന്നത്. അപ്പം അതിന് ഓൾമോസ്റ്റ് വുഡൻ ജോയിനറിയുടെ അതേ റേറ്റ് തന്നെ ഏകദേശം വരും. പിന്നെ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിന്റേതായ ക്വാളിറ്റി ഉണ്ട്, തടിക്ക് തടിയുടേതായ ക്വാളിറ്റി ഉണ്ടെന്ന് പറയേണ്ടി വരും. പിന്നെ ചെതല് പോലത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത സ്റ്റീലിന് കുറവായിരിക്കും. പക്ഷെ അപ്പൊ തുരുമ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട് നനവ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല്. പിന്നെ സ്റ്റീൽ ഡോർ എന്ന് പറയുന്നത് നമുക്ക് പെയിന്റിങ്ങിന്റെ സമയത്ത് കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ പെയിന്റിങ്ങിലൊക്കെ വരുമ്പോഴത്തേക്കും സ്റ്റീൽ ഡോറുകൾക്കായിരിക്കും എക്സ്പെൻസ് കുറവ്. അതേസമയം വുഡാണെന്നുണ്ടെങ്കിൽ അത് പോളിഷ് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ പൈസയാവും. പിന്നെ ഇതെല്ലാം ഡിപ്പെൻസ് ആണ്. നമുക്ക് സ്വന്തമായിട്ട് തടി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്റ്റീലിനെക്കാട്ടിലും ലാഭകരം തടി വെച്ച് ചെയ്യുന്നതാണ്. തടി നമുക്ക് മില്ലൊക്കെ പോയി മേടിച്ചിട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ നല്ലത് കോസ്റ്റ് കുറയാൻ പറ്റുന്നത് സ്റ്റീൽ ഡോർ ചെയ്യുന്നതാണ്, സ്റ്റീൽ കട്ടളയിൽ ഇത് ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഒരു ടീമായിട്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞ് എന്തുകൊണ്ട് വുഡിനെക്കാളും നല്ല സ്റ്റീലാണ്, അത് നമ്മുടെ നാട്ടിൽ അറിയാൻ പാടില്ലാത്തോണ്ടാന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ സ്റ്റീലിന് കുഴപ്പമൊന്നുമില്ല, റെക്കമെൻഡബിൾ ആണ്. ഞങ്ങളുടെ പ്രൊജക്ടുകളിലൊക്കെ സ്റ്റീൽ ഡോർ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്യുന്നില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം റെക്കമെൻഡ് ചെയ്തില്ല, നമ്മളത് പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ മെയിൻ ഡോറുകളൊക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റീലിന്റെ മെയിൻ ഡോറുകളൊക്കെ വെക്കുന്ന സമയത്ത് അതിന് ഒരു ഡ്രോബാക്ക് എന്ന് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ അതിന്റെ ലോക്കുകൾ പോലത്തെ മെക്കാനിസങ്ങൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ അത് അതിന്റെ കമ്പനി എന്നുള്ള ആള് തന്നെ വന്ന് വേണം അത് മെയിൻ്റെനൻസ് ചെയ്യാൻ. നമുക്ക് ലോക്കലി ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം. രണ്ടാമതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പൗഡർ കോട്ടൊക്കെ ചെയ്തു വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിന്റെ ഫിനിഷിങ് വളരെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഈ സ്റ്റീൽ ഡോറുകൾക്ക്, പൗഡർ കോട്ടൊക്കെ ചെയ്ത് കമ്പനിയിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ വൺസ് ഈ പെയിന്റിങ്ങിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വരുവോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് റീപെയിന്റ് ചെയ്യുക എന്ന് പറയുന്നത് തടിയുടെ ഒരു ഡോറിന് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇത്തിരിയും കൂടെ ഹെറ്റിക് ആയിരിക്കും. കാരണം പഴയ ആ ഒരു പൗഡർ കോട്ട് ചെയ്ത ഫിനിഷുകളൊക്കെ നമുക്ക് സൈറ്റിൽ പിന്നീട് റീപെയിന്റിങ്ങിൽ എത്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്നുകൊണ്ട് അത് തടീനെക്കാട്ടിലും മോശമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. തടിയിലൊക്കെയുള്ള നമ്മള് ഇനീഷ്യലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ കണ്ട ആ ഒരു പെയിന്റിങ് ഫിനിഷ് പിന്നീട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഒന്ന് റീപെയിന്റ് ചെയ്യുമ്പോൾ പിന്നീട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരും. അങ്ങനെ ഒരു രണ്ട് ചെറിയ കംപ്ലൈന്റ് അതിനെ പറയാനുള്ളൂ. പക്ഷെ അന്നോർത്തോണ്ട് അതൊരു വലിയ കംപ്ലൈന്റ് ഒന്നും അല്ല. തടിക്ക് വേറെ പല ഡ്രോബാക്കുകളുള്ള സ്ഥിതിക്ക് സ്റ്റീൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈവൻ ഞാൻ പോലും എന്റെ ഒരു ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ആണെങ്കിലും ഈ സ്റ്റീൽ ഡോറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ സ്റ്റീലിന്റെ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പോ കിച്ചണിൽ ചീത്തയാവാൻ സാധ്യത കൂടുതലല്ലേ? അപ്പൊ കൂടുതലും കിച്ചണില് നമുക്ക് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഉപയോഗിക്കണം. പക്ഷെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കിച്ചൺ മോഡുലാർ കിച്ചൺ എന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഞാൻ എക്സ്പെൻസ് കുറയാനാണ് സ്റ്റീലില് ചോദിച്ചത്. മോഡുലാർ കിച്ചൺ ഒന്നും ഒരിക്കലും സ്റ്റീലിൽ ചെയ്യും. സ്റ്റീൽ ചെയ്ത് വുഡ് തന്നെ നല്ലതല്ലേ? വുഡോ അല്ല അങ്ങനത്തെ എന്തെങ്കിലും മെറ്റീരിയൽ ആയിരിക്കും നല്ലത്. സ്റ്റീൽ അത്രയ്ക്ക് റെക്കമെൻഡബിൾ. ഓക്കെ.
നനയുന്ന ഏരിയകളിൽ, അല്ലാത്ത ഏരിയകളിലൊക്കെ ചെയ്യാം കേട്ടോ. നനയുന്ന നമ്മുടെ അപ്പൊ റൂമുകളുടെ ഒക്കെ ഡോറിനും വേണമെങ്കിൽ ചെയ്യാം. അവിടെ ഉപയോഗിക്കാം. റൂമുകളിലെ വാർഡ്രോബുകളൊക്കെ ചെയ്യുന്നതിനൊക്കെ വേണമെങ്കിൽ സ്റ്റീൽ ഉപയോഗിക്കാം. പക്ഷെ ഞങ്ങളെ കിച്ചൺ പോലത്തെ കലങ്ങളിലൊന്നും ഉപയോഗിക്കരുത്. പിന്നെ ടോയ്ലറ്റിന്റെ ഭാഗത്തൊന്നും ഉപയോഗിക്കരുത്. അത് അങ്ങനെ ഉപയോഗിക്കരുത്. നനവ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കായിരിക്കും അത്ര. ഓക്കെ, താങ്ക് യു. ഒലീന മാം, ഒലീന ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ്. ആക്ച്വലി ഔട്ട് എന്ന് വെച്ചാൽ നമ്മുടെ 900 സ്ക്വയർ ഫീറ്റ് നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3 ബെഡ്റൂം താങ്കൾ സജസ്റ്റ് ചെയ്യോ? മീൻസ് 2 അറ്റാച്ച്ഡ് ആൻഡ് 1 മീൻസ് കോമൺ ആയിട്ടുള്ള ഒരു ബെഡ്റൂം. 900 സ്ക്വയർ ഫീറ്റ് അല്ലേ? അതെ. അപ്പൊ അതിനകത്ത് ബെഡ്റൂം അല്ലാണ്ട് ബാക്കി അമെനിറ്റീസ് എന്തൊക്കെയാ വേണ്ടേ? ബാക്കി നോർമലി നമ്മുടെ ജസ്റ്റ് ലിവിങ് ആൻഡ് കിച്ചൺ, പിന്നെ ആ ഒരു അത്രയും രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 3 ബെഡ്റൂം നമുക്ക് അതിൽ ഇൻ യുവർ സജഷൻ അത് ചെയ്യണോ അതെങ്കിൽ എങ്ങനെയായിരിക്കും? 3 ബെഡ്റൂം ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ സൈസ് വളരെ കുഞ്ഞായിരിക്കും റൂമുകളുടെ. ഒരു 2 ബെഡ്റൂം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനഫ് സ്പേസ് കിട്ടിയെന്ന് വരും. നമുക്കത് ചെയ്യാനായിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളേ. പക്ഷെ നമുക്കത് ഇതെന്താ വെച്ചാൽ നമുക്ക് ചെയ്തു വരുമ്പോ വേണ്ട, ഇപ്പൊ കിച്ചൺ ചെയ്യണം എന്തായാലും ഒരു ചെറിയ ലിവിങ് ഡൈനിങ് പോലത്തെ ഒരു പോർഷൻ വരും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൂടി എങ്ങനെ ആയാലും നമുക്കൊരു 400 സ്ക്വയർ ഫീറ്റ് നമുക്ക് പോവും. 400 to 500 സ്ക്വയർ ഫീറ്റ് കൂട്ടിക്കും. പ്ലസ് പിന്നെ 2 ബെഡ്റൂമുകൾക്ക് ഒരു ബെഡ്റൂമിന് ഒരു 200 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഏരിയ വേണ്ടി വരും, ബെഡ്റൂം പ്ലസ് ബാത്റൂം കൂട്ടുമ്പോഴത്തേക്കും. അപ്പോ 2 ബെഡ്റൂം ആയിരിക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. 3 ബെഡ്റൂം പോകാതിരിക്കുമായിരിക്കും, കാരണം ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുഞ്ഞു റൂമുകളായിരിക്കും. നമുക്കത് പിന്നീട് അതിൽ നല്ലത് 2 നല്ലത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അഭിലാഷ് സർ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ സർ. അഭിലാഷ് സർ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, പറഞ്ഞോ. എനിക്കൊരു സജഷൻ ചോദിക്കാനായിരുന്നു. ഒരു ബെഡ്റൂം സൈസ് 380 into 300, അത് ഇനഫ് സ്പേസ് ആണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. 380 by 300 അല്ലേ? 380 by 300. അതൊരു ക്യൂൻ സൈസ് ബെഡൊക്കെ കിടക്കാനായിട്ട് നല്ല ബെഡ്റൂമാണ്. ഓ, അത്രേ ഉള്ളൂ അല്ലേ? ഒരു ക്യൂൻ, അതായത് 10 by 380 by 300 എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓൾമോസ്റ്റ് 10 by 13 ആണ് സൈസ് വരിക. ഓക്കെ. അപ്പം 10 by 13 എന്ന് പറയുന്ന സൈസ് എന്ന് പറയുന്നത് ഒരു കിങ് സൈസ് ഒക്കെ കിടക്കണമെങ്കിൽ, കാരണം കിങ് സൈസ് എന്ന് പറയുന്നതിന് തന്നെ ഉണ്ടാവുമല്ലോ 6 by 6 എന്ന് പറയുന്ന സൈസ്. ഇത് ആർക്കിടെക്ട് വരച്ചു തന്നതിപ്പോ അവര് കിങ് സൈസ് ആണ് വരച്ചു തന്നേക്കുന്നത്. അല്ല, പക്ഷെ കിങ് സൈസ് കഴിഞ്ഞാൽ അപ്പൊ ബാക്കി അതിന്റെ അകത്ത് പിന്നെ ഒരു ടേബിൾ കഷ്ടിച്ച് വീഴുമായിരിക്കും. ബാക്കി സ്പേസുകൾ വാർഡ്രോബോ അങ്ങനൊന്നും അല്ലെങ്കിൽ പിന്നെ വെക്കാൻ പറ്റുന്ന വരത്തില്ല. വാർഡ്രോബ് ഒക്കെ വെച്ച് തന്നിട്ടുണ്ട്, വെച്ചിന്റെ അതിന്റെ പൊസിഷൻ കാണിച്ചിട്ടുണ്ട്, അതാണ് ചോദിച്ചത്. ഇല്ല, കാരണം കിങ് സൈസ് എന്ന് പറയുന്നത് 10 by 13 ഫീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് നമ്മള് 6 by 6 പോയി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്ന ഇച്ചിരി കൺജഷൻ ആയിരിക്കും. ഓക്കെ. ഒരു അതേസമയം ആ 10 ഉള്ളത് ഒരു 11 ഫീറ്റോ അല്ലെ 12 ഫീറ്റോ ആക്കാൻ പറ്റുവാണെങ്കിൽ ഓക്കെയാ. ഓക്കെ. 300 into 480 380 into 360 എന്നോ അല്ലെങ്കിൽ 330 എന്നോ ഒക്കെ ആക്കാൻ പറ്റുവാണെങ്കിൽ ഓക്കെയാ. ഒരു 30 സെന്റിമീറ്റർ കൂട്ടിയാൽ മതി. 300 into 490 460 വരുമ്പോ മാസ്റ്റർ ബെഡ്റൂം സൈസ്. അതിൽ 300 ഇത്തിരി കൂട്ടാന്നുള്ളതാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ബാക്കി ലെങ്ത് ഓക്കെയാണ്. ഓക്കെ. അത് കിങ് സൈസ് ഒക്കെ വീഴും. പക്ഷെ 300 എന്ന് പറയുന്നത് 330 എത്തിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ 6, അതായത് 300 എന്ന് പറയുമ്പോൾ 10 ഫീറ്റ് ആവും. 10 ഫീറ്റ് ആണ്. അപ്പൊ അതിന്റെ 6 നമ്മളൊരു ബെഡിന്റെ പൊസിഷൻ ആ ലൈനിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ 6 ഫീറ്റ് അതിന്റെ അകത്ത് പോകും. ഓക്കെ. പിന്നെ പോയിട്ട് 4 ഫീറ്റേ മിച്ചുള്ളൂ. ആ 4 ഫീറ്റിന്റെ അകത്ത് ഇനി ഇൻ കേസ് നമ്മളൊരു വാർഡ്രോബോ അല്ലെങ്കിൽ ഒരു ടേബിളോ വീണാൽ 2 ഫീറ്റ് പിന്നെയും പോകും. ഓക്കെ. അപ്പൊ പിന്നെ റിമൈനിങ് മിച്ചമുള്ളത് 2 ഫീറ്റേ ഉള്ളൂ. അപ്പൊ 2 ഫീറ്റ് എന്ന് പറയുന്നത് നടക്കാനൊക്കെ ഇച്ചിരി കുറവായിരിക്കും. ഒരു 3 ഫീറ്റ് എങ്കിലും മിനിമം ഉള്ളതാണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് ഒരു 11 ഫീറ്റ് ആണെങ്കിൽ ഓക്കെ. ശരി. ഓക്കെ, താങ്ക് യു. ലാൽമോൻ സർ ചോദിക്കൂ. ലാൽമോൻ സർ മാം ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹലോ, ഗുഡ് ഈവനിങ് സാർ. സാറാ പറഞ്ഞു. ഞാനേ ചോദിക്കേണ്ടത് എനിക്ക് ഈ സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിങ്ങിനെ കുറിച്ചാണ്. ചോദിച്ചോട്ടെ? മനസ്സിലായി. ചോദിച്ചു. ഞാനിപ്പോ ഒരു 3000 സ്ക്വയർ ഫീറ്റിന്റെ സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിങ്ങിന്റെ പ്ലാൻ ചെയ്തു.
ഇത് ആക്ച്വലി റെസിഡൻഷ്യൽ കം എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് മനസ്സിലായി. ചെയ്തിരിക്കുന്നത്. അപ്പോ താഴത്തെ ഫ്ലോറിൽ എനിക്ക് ശരിക്കും ഒരു 500 സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിംഗ് ആണ് ഉള്ളത്. ബാക്കി പാർക്കിംഗ് ഏരിയ ആണ്. ഓക്കെ. മുകളിൽ 1500 സ്ക്വയർ ഫീറ്റ്. ഓക്കെ. അങ്ങനെയാണ് ഞാൻ അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോ ഇപ്പോ എന്റെ ബീമുകളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്, സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഓക്കെ. പക്ഷെ ഇപ്പോ താഴെ എഗ്രിമെന്റ് അനുസരിച്ച് താഴെ സിമെന്റ് ബ്ലോക്കും മുകളിൽ AAC ബ്ലോക്കും കൂടിയാണ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോ അങ്ങനെ ഞങ്ങള് കോൺട്രാക്ടറായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അയാൾ വളരെ എക്സ്പെർട്ട് ആണെന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. പക്ഷെ പണി തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇയാള് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോ ഇത് പല കാര്യങ്ങളും ഞാൻ പല ആളുകളോട് ചോദിച്ചിട്ടാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ നമ്മുടെ സ്റ്റീൽ സ്ട്രക്ചറിലേക്ക് നമ്മള് ഭിത്തി കെട്ടുമ്പോ എന്താണ് നമുക്ക് ആക്ച്വലി മറ്റ് കോൺക്രീറ്റ് ബിൽഡിങ്ങും എന്റെ ഭിത്തി കെട്ടുമ്പോഴും ഇതിന്റെ ഭിത്തി കെട്ടുമ്പോഴും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല? അതിന് ഗ്യാപ്പ് ഒക്കെ ഇത് സത്യം പറഞ്ഞാൽ ഈ സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിംഗ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭിത്തിക്ക് ഇതിനകത്തൊരു ബന്ധമില്ല. ഭിത്തി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പാർട്ടീഷന് വേണ്ടിയിട്ട് മാത്രം കെട്ടുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ലോഡ് ഒരിക്കലും നമ്മൾ ഭിത്തിയിൽ കൊടുക്കില്ല സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിങ്ങുകൾ. അത് നമ്മള് കോളം പില്ലർ കയറുന്ന നമ്മൾ പില്ലേഴ്സ് കയറിയിട്ട് ബിൽഡിംഗ് ചെയ്യുന്നതിന്റെ പില്ലറിനെ മാറ്റി നമ്മൾ സ്റ്റീലിന്റെ പില്ലേഴ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് വ്യത്യാസമുള്ളൂ. ഓക്കെ. അപ്പം ഇതിനകത്ത് സത്യം പറഞ്ഞാൽ കട്ട കെട്ടുന്നതല്ല, ഇതിനകത്ത് സ്റ്റീൽ സ്ട്രക്ചർ സ്ട്രക്ചറിന്റേതായ സ്റ്റെബിലിറ്റിയിൽ നിൽക്കണം. അല്ലാണ്ട് നമ്മൾ കെട്ടിക്കൊടുക്കുന്ന കട്ടയുടെ ബലത്തിലല്ല സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിംഗ് ഒരിക്കലും നിൽക്കേണ്ടത്. അതെ അതെ. അപ്പോ കട്ട കെട്ടുന്നതിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്രൊസീജിയർ ഒന്നുമില്ല. ഏറ്റവും വെയിറ്റ് കുറഞ്ഞ കട്ട ഉപയോഗിക്കുക. ഇപ്പൊ AAC ബ്ലോക്ക് എന്ന് പറയുന്നത് ഒക്കെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതെ. ബിൽഡിങ്ങിലുള്ള ലോഡ് പരമാവധി കുറയ്ക്കുക. അപ്പൊ ലോഡ് കുറച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റീൽ സ്ട്രക്ചറിന്റെ സ്ട്രെങ്തും കുറയ്ക്കാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കോസ്റ്റും കുറയ്ക്കാം. ഓക്കെ ഓക്കെ. അതേ ഉള്ളൂ അതിന്റെ അകത്ത്. അല്ലാണ്ട് നമുക്കത് കട്ട കെട്ടുന്നത് നമുക്ക് സ്ട്രെങ്തുമായിട്ട് പ്രത്യേകിച്ച് ബന്ധം, ബിൽഡിങ്ങിന്റെ സ്ട്രെങ്തുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഈ കട്ട കെട്ടുന്നതിന് ജസ്റ്റ് പാർട്ടീഷനെ ഉദ്ദേശിക്കുന്നു. അത് മനസ്സിലായി സാറേ. പക്ഷെ ഈ നമ്മള് പാർട്ടീഷൻ ആക്കിയതിനു ശേഷം നമ്മൾ അത് തേച്ച് കളയൂലോ? ഏതാ ഒന്ന് കേട്ടില്ല. തേച്ച് കളയൂലേ? പാർട്ടീഷൻ ആക്കിയതിനു ശേഷം നമ്മൾ തേച്ച് കളയൂലേ? അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് ഒരു ഗ്യാപ്പ് ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? ഇപ്പൊ നമ്മൾ കോൺക്രീറ്റ് ബീമിലേക്ക് നമ്മൾ ഭിത്തി കെട്ടുമ്പോ ഒരു ഗ്യാപ്പിന് സാധ്യത ഇല്ലല്ലോ? അത് സാധ്യതയുണ്ട്. അപ്പൊ സാറിന് എനിക്ക് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിൻഡിൽ കൊടുക്കൂലോ സാറിന് ബിൽഡിങ്ങുകൾക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിലും നമ്മള് ലിൻഡിൽ വരുമ്പം ഈ സ്ട്രക്ചറുമായിട്ടുള്ള പോർഷനിൽ വെൽഡ് ചെയ്തിട്ടൊരു കമ്പി കൊടുത്തിട്ട് അതേ കൂട്ടി നമ്മൾ ലിൻഡിൽ കൊടുക്കുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ. ഓക്കെ ഓക്കെ. അത് ലിൻഡിലിന്റെ എണ്ണം വേണേ ഒന്ന് കൂട്ടി കൊടുക്കാന്നുള്ളതൊക്കെ ഉള്ളൂ. ഓക്കെ ഓക്കെ. അതെ. ഓക്കെ ഓക്കെ. താങ്ക് യു സർ. ഓക്കെ. അടുത്തത് ആന്റണി സർ ചോദിച്ചോളൂ. നമ്മള് പുതിയതായിട്ട് വീട് വെക്കുമ്പോൾ ഈ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ ഈ വാസ്തുവിന്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പൊ തന്നെ നോക്കണം. അതെ. എന്തൊക്കെ അതായത് വീടിന്റെ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വാസ്തു നോക്കണമെന്നല്ല ചോദിച്ചത്? അതെ. ഇത് സാധാരണ രീതിക്ക് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള റൂളുകളുണ്ട് ഈ വാസ്തുവിന്റെ. അതായത് കിച്ചന്റെ പൊസിഷൻ, ബെഡ്റൂമിന്റെ പൊസിഷൻസ്, അങ്ങനെ വീടിന്റെ പൊസിഷനും ഓരോ റൂമുകളുടെയൊക്കെ പൊസിഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ പൊസിഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പ്ലാൻ വരച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട നമ്മുടെ കേരളത്തിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ആർക്കിടെക്ട്സും തന്നെ എല്ലാവരും ഡിസൈൻ ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട ആർക്കിടെക്ട്സും എഞ്ചിനീയേഴ്സും എല്ലാം തന്നെ ഇത് നോക്കി തന്നെയാണ് അത്യാവശ്യം പ്ലാനുകൾ വരച്ചു വിടുക. അപ്പോ ആദ്യത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ പൊസിഷനുകളൊക്കെ മാത്രം നമ്മൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വീട് വൺസ് നമ്മൾ ഓണറും ആർക്കിടെക്റ്റും അവർക്ക് തൃപ്തികരമാകുന്ന രീതിയിൽ പ്ലാൻ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് ഈ വീടിന്റെ ഒക്കെ കണക്ക് നോക്കുന്ന ആൾക്കാർ, അപ്പൊ നിങ്ങൾക്ക് സ്ഥാനം കാണുന്ന ഒരാളുണ്ടാവുമല്ലോ വീട്, അപ്പം സ്ഥാനം കാണുന്ന ആളെ കൊണ്ടുപോയിട്ട് ഈ പ്ലാൻ കാണിക്കുക. എന്നിട്ട് ആളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അഡ്വൈസുകൾ, അതായത് ഇപ്പൊ ചിലപ്പോൾ ആൾക്ക് അതിന്റെ ഡയമെൻഷൻസിന്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ ഇവരുടെ ഈ കോൽ കണക്കുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഡയമെൻഷൻസ് കാര്യത്തിൽ എന്തെങ്കിലും ചെറിയ ചില വ്യത്യാസം, വലിയ വ്യത്യാസം ഒന്നും പറയാൻ വഴിയില്ല, ചെറിയ സെന്റിമീറ്ററുകളുടെ ഒക്കെ വ്യത്യാസങ്ങളെ അവർ വരുത്താൻ സാധ്യതയുള്ളൂ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും അഡ്വൈസുകൾ വെച്ചിട്ടുള്ള ചെറിയ ചേഞ്ചുകളൊക്കെ ഏറ്റവും ലാസ്റ്റ്, അതായത് നമ്മൾ നമ്മുടെ തൃപ്തികരമായ ആർക്കിടെക്റ്റിനും വീട്ടുകാരനും തൃപ്തികരമാകുന്ന രീതിയിൽ പ്ലാൻ ഏറെക്കുറെ ആയി കഴിയുമ്പോൾ
നമ്മൾ ഈ സ്ഥാനം കാണുന്ന ആളെ, അങ്ങനത്തെ ഒരാളെ കൊണ്ട് കാണിച്ചിട്ട് ആളുടെ കയ്യിൽ നിന്ന് ഒരു അഡ്വൈസ് അവസാന സ്റ്റേജിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം തോന്നലെ തന്നെ നമ്മൾ വാസ്തുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. മെയിനായിട്ട് റൂമിന്റെ സൈസ് കുറച്ച അതൊക്കെ ആയിരിക്കും. അല്ല, അതാ പറയുക, റൂമിന്റെ സൈസ്, ബിൽഡിങ്ങിന്റെ മൊത്തത്തിലുള്ള സൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും ഒടുക്കം, ഏറ്റവും അവസാനം കാണിച്ചാൽ മതി. ഏറ്റവും ആദ്യം മുതലേ തന്നെ ഇത് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അടുത്തത് സുജിത് സർ ചോദിച്ചോളൂ. നമസ്കാരം സാർ. പറഞ്ഞു. നമസ്കാരം. നമ്മള് ട്രസ് ചെയ്ത് റൂഫ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മേളില് സാധാരണ ഓട്, അതിന്റെ താഴെ ഒരു ലെയർ കൂടെ കൊടുത്ത് താഴെ ഒരു ഓട് കൂടെ എടുക്കാൻ, സീലിംഗ് ഓട് ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഈ പെസ്റ്റുകളുടെ ഉപദ്രവം അതിനെപ്പറ്റി ഒന്ന് പറയാം. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ട്, അത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയ ആണ് ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ മുപ്പിളി വണ്ട് എന്നൊക്കെ പറയുന്ന മണ്ണുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഇതിന്റെ ഇടയ്ക്ക് കയറിയിരിക്കാനൊക്കെയുള്ള സാധ്യത, പെസ്റ്റിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ സാധ്യതയുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്റീരിയറിലൊക്കെ സീലിംഗ് കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കത് യാതൊരു രീതിയിലും വെളിയിൽ നിന്ന് പ്ലാസ്റ്റർ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അത് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഉപാധി ഇല്ല. എന്നാലും വരും, കാരണം അത്രയും ജോയിന്റ്സ് വീഴുമല്ലേ ഈ സീലിംഗോട് എന്നൊക്കെ പറയുമ്പോഴേ. അപ്പൊ അത് എന്ത് ചെയ്താലും അങ്ങനത്തെ മുപ്പിളിവണ്ട് ഒക്കെ പ്രശ്നങ്ങളുള്ള ഏരിയകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. ഇന്റീരിയറുകളിൽ നമ്മൾ വീടിന്റെ എക്സ്റ്റീരിയറിലൊക്കെ ഉള്ള തിണ്ണയിലും വരാന്തയിലൊക്കെ നമ്മൾ സീലിംഗ് ഇട്ട് ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ഇന്റീരിയറിൽ ചെയ്യുമ്പോൾ അത് പണ്ട് നമ്മുടെ നാട്ടിൽ മച്ചുള്ള വീടുകളിൽ ഓടിട്ടപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഈ വീട്ടിലും വരാം. പൊടിയുടെ ശല്യം, അതുപോലെ തന്നെ ഈ ജീവികളുടെ ശല്യം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ സാറേ. അതേപോലെ ഈ ഡ്രസ് ചെയ്യുമ്പോഴത്തേന് അതിന്റെ താഴെ ഇപ്പോ നമുക്ക് ലൈറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഫാന് കൊടുക്കണം. അപ്പൊ സാധാരണ ഒരു സീലിംഗിൽ ചെയ്യുന്ന പോലെ അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒരു ഭംഗി ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഞാത്തി മേളിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അത് ഏത് രീതിയിൽ നമുക്കൊരു ഭംഗിയോടെ ചെയ്യാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും രീതികളുണ്ടോ? അല്ലത് സാധാരണ രീതിക്ക് ഇപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സീലിംഗോടെ തന്നെ നമുക്ക് സർഫസ് മൗണ്ട് ലൈറ്റ് ഇടാമല്ലോ. നമ്മൾ സീലിംഗിൽ കൊടുക്കുന്ന ലൈറ്റ് ഇല്ലേ, സർഫസ് ലൈറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് സീലിംഗോടയിലും ഇടാം. സീലിംഗോടയിൽ നമുക്ക് ചെറിയ ഹോൾസ് ഇട്ടിട്ട് വയർ അതിന്റെ അകത്തോടെ നമുക്ക് കീഴോട്ടെടുത്ത്, അതായത് മീൻസ് അത്, പക്ഷെ അത് ഇച്ചിരി എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ കട്ട് ചെയ്യണം ആ റൗണ്ട്, ആ ലൈറ്റിന്റെ ഇതിനനുസരിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫാനുകൾ പോലത്തെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാത് സ്ഥലങ്ങൾ നോക്കിയിട്ട് ഹുക്ക് ഇട്ടിട്ട് റാഡ് കീപ്പോട്ടിട്ട് ഈ ചെയ്യേണ്ടി വരും. ഓക്കെ. അല്ലാതെ ബീം കൊടുത്ത് ഇപ്പം GI ആയിരിക്കുമല്ലോ വരുന്നത് കൂടുതലും. അപ്പം ഒരു പഴയ ഇങ്ങനെ വരുമല്ലോ, കഴുക്കോൽ ഇങ്ങനെ വരുന്ന പോലെ ബീമുകൾ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഭംഗി ഉണ്ടാവുമോ? അല്ല, അങ്ങനെ ചെയ്യാം. അത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യാം. അതും ഇതെല്ലാം എന്താ വെച്ചാൽ ഭംഗി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യുന്ന ആളുടെ എക്സ്പെർട്ടൈസിലാണ് ഇരിക്കുന്നത്. അതായത് വെൽഡിങ് ചെയ്യുന്ന ആള് നല്ല വൃത്തിക്ക് ഭംഗിക്ക്, ഒരു ഈവൻ ഒരു എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വെൽഡിങ് ആണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് വെൽഡ് ചെയ്ത് ബഫ് ചെയ്ത് വൃത്തിയായിട്ട് പെയിന്റ് അടിച്ച് കിടക്കുവാണെങ്കിൽ അതിനൊരു ഭംഗിയുണ്ട്. അപ്പൊ അത് ചെയ്യുന്ന ആളുടെ എക്സ്പെർട്ടൈസിലാണ് അത് നിൽക്കുക. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. അടുത്തത് എൽദു സർ ചോദിച്ചോളൂ. ഹലോ, എൽദു സർ മ്യൂട്ടിലാണേ. അഭിജിത്ത് സർ ചോദിച്ചോളൂ. ഹലോ സർ, എനിക്ക് ഒരു 3-4 ചോദ്യം ഉണ്ടായിരുന്നു. അതില് ഒന്ന്, ഈ നമ്മള് സിമെന്റ് കട്ട ഉപയോഗിച്ചിട്ട് വീട് കെട്ടുമ്പോ ഈ ചൂടുണ്ടാവുമല്ലോ, അപ്പൊ ആ ചൂട് ഒഴിവാക്കാൻ എന്തേലും മാർഗമുണ്ടോ? എന്തേലും ചെയ്യാൻ പറ്റുമോ? സിമെന്റ് കട്ട വെച്ച് ചെയ്യുന്നത് കൊണ്ട് ചൂടുണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റിയല്ലോ ഒരിക്കലും. അതിനറിയോ, അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാ ഈ സിമെന്റ് കട്ട കൊണ്ട് ചൂടുണ്ടാവുന്നുള്ളത്. ഈ ചൂടുണ്ടാവും എന്ന് പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരു ഭിത്തി ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭിത്തിയുടെ ഈ സൈഡിൽ നിന്ന് ഈ വശത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ കണക്കാണ് നമ്മൾ ഈ ചൂടിനെ നമ്മൾ പറയണേ. അതായത് ഈ വശത്തെ ഭിത്തിയില് വെയില് അടിക്കുമ്പോൾ ഈ വെയിൽ കൊണ്ട് ഈ സർഫസിൽ ഉണ്ടാകുന്ന ഹീറ്റ് ഇപ്പുറത്തെ സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നതിന് എടുക്കുന്ന ഒരു ടൈമും അതുപോലെ തന്നെ അതിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്, അതായത് ഈ മെറ്റീരിയൽ എത്രത്തോളം ചൂടിനെ ഇപ്പുറത്തോട്ട് കടത്തി വിടും എന്നുള്ളതുമാണ് ഈ പറയാൻ.
അപ്പൊ അങ്ങനെ പറയുമ്പോൾ ചുടുകട്ടയ്ക്ക് ഉള്ള ഹീറ്റിനെ പ്രതിരോധിച്ച് നിർത്താനുള്ള അത്രയും കഴിവ് സിമെന്റ് കട്ടയ്ക്ക് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് സിമെന്റ് കട്ട വെച്ച് ചെയ്യുന്നത് കൊണ്ട് ചൂട് കൂടും എന്ന് പറയുന്നതിന്റെ അകത്തൊരു അർത്ഥമില്ല. അപ്പം നമ്മൾ ചൂട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സിമെന്റ് കട്ട കൊണ്ട് നമ്മൾ ഭിത്തി കെട്ടിയിട്ട് പിന്നെ ചൂട് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് റെക്കമെൻഡബിൾ ആയിട്ടുള്ള മാർഗ്ഗമില്ല. പിന്നെ ഒരു മാർഗം എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് വേണേൽ യൂസ് ചെയ്യാം ഇന്റീരിയറിലൊക്കെ. ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് ചൂട് കുറയ്ക്കാനായിട്ട് ഇത്രയും കൂടെ ചൂടിനെ പ്രതിരോധിച്ച് നിർത്താനായിട്ടൊക്കെ സഹായിക്കും. ചുടുകട്ട എന്ന് പറയാൻ ഇഷ്ടികയാണോ? ഇഷ്ടിക ഫയർ ബ്രിക്ക് അത് തന്നെ ഇഷ്ടിക ഉദ്ദേശിച്ചത്. പിന്നെ സർ, ഇത് നമ്മളിപ്പോ വീട് കെട്ടുമ്പോ ഇന്റീരിയർ പിന്നീടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിനു മുന്നേ ഇപ്പോ മോഡുലാർ കിച്ചൺ വേണ്ട എന്നുള്ള ആൾക്കാർക്ക് കിച്ചണിൽ സ്ലാബ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോസ്റ്റ് സേവ് ചെയ്യാന്ന് കണ്ടു. അതുപോലെ നമുക്ക് റൂമിനകത്ത് സ്ലാബ് പണിഞ്ഞു വെക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ നമുക്ക് കബോർഡ് വേണം, പക്ഷെ മറ്റേ റൂമിന്റെ കബോർഡ് താഴെ വരെ നിലത്ത് വരെ മുട്ടിക്കഴിഞ്ഞാല് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ആ ഡോറ് ചീത്ത ആവാനുള്ള ചാൻസ് ഇല്ലേ? അപ്പൊ അവിടെ ചെറിയൊരു സ്ലാബ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതായത് അങ്ങനെ ചെയ്യാറുണ്ട്, ചെയ്യുന്നത് റെക്കമെൻഡബിൾ ആണ്, ചെയ്യുന്നത് നല്ലതാണ്. അത് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി പ്ലാൻ ചെയ്താൽ മാത്രമല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ 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 ഇനീഷ്യലി തന്നെ ഏത് ഏരിയയിൽ കബോർഡ് വരും, എന്ത് സൈസ് വരും എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് കെട്ടി കൊടുക്കണം. അപ്പൊ ഇന്റീരിയർ ആൾക്കാരെ വിളിക്കേണ്ടി വരില്ലേ? അല്ല, അതാ പറഞ്ഞത്, നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിന്റെ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒരു ഫർണിച്ചർ ലേഔട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എടുക്കുവാണെങ്കിൽ അത് എവിടെയൊക്കെ കബോർഡ് വരും, എന്ത് സൈസ് വരും എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ കിട്ടൂല്ലോ. ഓക്കെ. അപ്പൊ ഇന്റീരിയർ മൊത്തം ചെയ്യണമെന്നില്ല, ഇന്റീരിയറിന്റെ ആൾക്കാർക്ക് കൊടുത്തിട്ട് ഇതിനകത്ത് ഒരു ഫർണിച്ചർ ലേഔട്ട് മാത്രം ഒന്ന് ഇട്ട് തരുമോ എന്ന് ചോദിച്ചാലും മതി. ബാക്കി ഫർദർ അതിന്റെ ഇന്റീരിയർ മൊത്തം ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ഇപ്പൊ സീലിംഗിന്റെ വർക്കൊന്നും ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇല്ലില്ല എന്ന് പറഞ്ഞാൽ ചില വീട്ടിലുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്, ചില വീട്ടിൽ ഈ മറ്റേ നമ്മുടെ കബോർഡ് ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് തള്ളി നിൽക്കും, പക്ഷെ ചില വീട്ടിനകത്ത് ഈ ചുമര് ബാക്കിലായിട്ട് അവർ കെട്ടിയിട്ടുണ്ടാവും. അതായത് കബോർഡ് സ്പേസിന് വേണ്ടി തന്നെ ചുമര് കുറച്ചും കൂടി ബാക്കിലോട്ടായിട്ട്, അതായത് നിഷ് പോലെ ചെയ്തെടുക്കും. മനസ്സിലായി? അങ്ങനെ ചെയ്യാം. അത് പ്ലാനിങ്ങിന്റെ സമയത്ത് തന്നെ പ്ലാൻ ചെയ്ത് പോകണം. അങ്ങനെ നിഷ് പോലെ ഇൻബിൽഡ് ആയിട്ട് തന്നെ കബോർഡ് ചെയ്ത് പോകണമെങ്കിൽ. ഓക്കെ. പിന്നെ സർ, നമുക്കിപ്പോ 4 സെന്റ് ആണുള്ളത്. അപ്പൊ 4 സെന്റിനകത്ത് നമുക്കൊരു 1800 സ്ക്വയർ ഫീറ്റ് വരെയുള്ള 500 to 1800 ഒരു വീട് കെട്ടണമെന്നുണ്ട്, താഴെയും മുകളിലായിട്ട്. പക്ഷെ താഴെ കുറച്ച് സ്പേസ് വേണം, അതായത് കുറച്ച് പ്ലാന്റ്സ് നടാനും പിന്നെ കാറ് തിരിക്കാനും അങ്ങനെ കുറച്ചൊരു സ്ഥലം വേണം. അപ്പൊ അങ്ങനെ പറ്റുമോ 1800-ല്? 3 ബെഡ്റൂം ഉണ്ട്. അത് ചെയ്യാം. പക്ഷെ 3 ബെഡ്റൂം എന്നുള്ളത് പ്രശ്നമല്ല. പക്ഷെ ഈ 3 ബെഡ്റൂമിൽ 2 ബെഡ്റൂമും താഴത്തെ നില വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ 2 ബെഡ്റൂം മേളിലാണ്, താഴത്തെ നിലയിൽ 1 ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 4 സെന്റ് എന്ന് പറയുന്ന സ്ഥലം, ഇതിനകത്ത് 1500 സ്ക്വയർ ഫീറ്റ് 2 നിലയ്ക്ക് കൊണ്ടാലും ഇഷ്ടംപോലെ സ്ഥലം മിച്ചം ഉണ്ടാവും. ഇതേത് ഒറ്റ കാര്യമുള്ള നമ്മള് ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണല്ലോ കിച്ചൺ, ലിവിംഗ് റൂം, ഡൈനിങ് റൂം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്ര ഏരിയ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അത്രയും തന്നെ ഏരിയ ഫസ്റ്റ് ഫ്ലോറിലേക്ക്, അതായത് ഗ്രൗണ്ട് ഫ്ലോർ എത്ര ഏരിയയിൽ വ്യാപ്തി ഉണ്ടോ അത്രയും തന്നെ ഫസ്റ്റ് ഫ്ലോറിലും ചെയ്യാൻ പറ്റുവാണെങ്കിലാണ് വീട് കൂടുതൽ കോമ്പാക്ട് ആക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, 2 ബെഡ്റൂമിനെ നമുക്ക് മേളിലോട്ട് വിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട കിട്ടും. പിന്നെ ഈ വീടിന്റെ പുറകിലൊക്കെ ഈ ഷീറ്റ് ഒക്കെ ഇടുന്ന ആൾക്കാരില്ലേ? എന്ന് പറഞ്ഞാൽ വീടല്ല, വീട് കെട്ടിയിട്ട് പിന്നെ ഷീറ്റ് ഇട്ടിട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? ബാക്കില്, വീടിന്റെ ബാക്കില്. അപ്പൊ അതൊക്കെ വർക്ക് ഏരിയ പക്ഷെ അതിന് വോളൊക്കെ ഉണ്ടാവില്ലേ? അല്ല, ഞാൻ മനസ്സിലായി. ഞങ്ങളുടെ ഇവിടെയൊക്കെ ചാർത്ത് എടുക്കുക എന്ന് പറയാം. അതായത് വീടിന്റെ അടുക്കളയുടെ അവിടെ നിന്ന് ചെറിയ ഇറയാൻ പോലത്തെ കുറച്ച് ഏരിയ ഷീറ്റ് ഇട്ടെടുക്കും. അതെ. അപ്പൊ അത് ഈ സ്ക്വയർ ഫീറ്റിനകത്ത് വരുമോ? സാറിന് പെടുത്താറില്ല. ഇല്ല. അത് അടച്ചു കെട്ടുന്ന മുറികളെയും തറയുള്ള മുറികളെയൊക്കെ പഞ്ചായത്തിന് സാറിന് അളവിൽ കൂട്ടുള്ളേ. തുറന്നു കിടക്കുന്ന കാർ പോർച്ച് പോലത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ഷീറ്റ് ഇട്ടെടുത്ത കാര്യങ്ങളൊന്നും പൊതുവെ അങ്ങനെ സ്ക്വയർ ഫീറ്റിൽ കൂട്ടാറില്ല. ഓപ്പൺ ടെറേസ്, ബാൽക്കണി അതൊക്കെ സ്ക്വയർ ഫീറ്റിൽ വരില്ലേ? അപ്പൊ റൂഫ്ഡ് ആയിട്ടുള്ള ബാൽക്കണികളൊക്കെ വരും. റൂഫ്ഡ് അല്ലാതെ കിടക്കുന്ന ബാൽക്കണികൾക്കൊന്നും സ്ക്വയർ ഫീറ്റിലില്ല, വരില്ല.
അടുത്തത് എൽദോസ് ചോദിച്ചോളൂ കേട്ടോ. ഹലോ. സാറേ ഓക്കെ. എൻ്റെ ഒരു ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ ഒരു വീട് വെക്കാനല്ല എന്നുണ്ടെങ്കിൽ വീട് കറന്റ്ലി ഉള്ള വീട് ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ നിലവിലുള്ള വീട് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 30 കൊല്ലത്തിനടുത്ത് പഴക്കമുള്ള ഒരു 2 നില വീടാണ്. അപ്പൊ അത് ഞങ്ങള് ഇനീഷ്യൽ സ്റ്റേജിലൊന്ന് അതായത് കോൺട്രാക്ടറെയും പിന്നെ ഒരു വാസ്തു നോക്കുന്ന ആളെയും കൊണ്ടുപോയി കാണിച്ചു. ഇപ്പോൾ വാസ്തു നോക്കുന്ന ആള് പറഞ്ഞ അതിന്റെ ചുറ്റളവ് ഒരു നല്ല രീതിയിലല്ല വരുന്നതെന്നാ. അപ്പോ ചുറ്റളവിന് അങ്ങനെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അതായത് ഈ വാസ്തുപരമായിട്ട് നോക്കുമ്പോ. അല്ല, അത് പ്രസക്തി ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻസ് ആണ്. നമ്മുടെ വിശ്വാസം പോലല്ലേ ഇതിലിരിക്കണേ. അപ്പൊ അപ്പൊ അതിനകത്ത് അതിപ്പോ ഞാനിപ്പോ എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അതായത് ഇപ്പൊ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഇംഗ്ലീഷ് മരുന്ന് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ആയുർവേദത്തിന്റെ കാര്യം ചോദിക്കുന്നത് നമ്മള് നമ്മുടെ വിശ്വാസത്തിന് പുറത്തുള്ള കാര്യമാണ്. അപ്പൊ അത് ഞാൻ എന്നോട് ചോദിക്കുന്ന ആൾക്കാർ ഞാൻ പറയാറുണ്ട്, അതായത് ഈ വാസ്തുപ്രകാരം റൗണ്ട് ഷേപ്പിലുള്ള ബിൽഡിങ്ങുകൾ, അതായത് റൗണ്ട് ഷേപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും റെക്കമെൻഡബിൾ അല്ല വാസ്തുപ്രകാരം. അതുകൊണ്ടാണോ ഇന്ത്യ രക്ഷപ്പെടാത്തെന്ന് എനിക്കറിയത്തില്ല. വർഷങ്ങളായിട്ട് പാർലമെന്റിന്റെ ഷേപ്പ് റൗണ്ട് ആയിരുന്നേ. കോമഡി ആയിട്ട് പറയാറുണ്ട്. അപ്പൊ പാർലമെന്റ് പല ആൾക്കാർ വോട്ടർമാരായതുകൊണ്ടാണല്ലോ ചിന്തിക്കേണ്ടി വരും. ഓക്കെ. പിന്നെ ഇപ്പൊ നമുക്കൊരു 20 രൂപ ബഡ്ജറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വീട് മെയിൻ്റെനൻസ് ആയിട്ട് നോക്കുവാണോ അതോ കുറച്ചും കൂടിയും ആഡ് ഓൺ ചെയ്തിട്ട് പുതിയ വീട് വെക്കുകയാണോ റെക്കമെൻഡബിൾ ആയിട്ട് വരുന്നത്? 20 രൂപ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റിനോവേഷൻ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആണ്. പക്ഷെ റിനോവേഷൻ എന്ന് പറയുന്നത് ഒരു ചീപ്പ് കോസ്റ്റിൽ അല്ല അവിടെ നടക്കുക ഒരിക്കലും. നമ്മളത് റിനോവേഷൻ എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് റിനോവേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മള് അത് എന്തെല്ലാം കാര്യങ്ങൾ റിനോവേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യമേ ഞങ്ങൾ പോലും ഞങ്ങളുടെ അടുത്ത് റിനോവേഷൻ എന്ന് പറഞ്ഞ കേസുമായിട്ട് വരുന്ന പല കേസുകളും ഞങ്ങൾ എന്റർടൈൻ ചെയ്യാത്ത റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റീസൺ ഉണ്ട്. ഒന്ന്, നമ്മൾ റിനോവേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിൽഡിങ്ങിൽ നമുക്ക് ഇത് റിനോവേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഏത് സ്റ്റേജിലാണ്. അതായത് ഇപ്പൊ ഒരു വീടിനെ പറ്റി നമ്മൾ എടുത്ത് പറയുമ്പോൾ ഇതിന്റെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു നമ്മളൊരു വീടിന് മൊത്തം ഒരു പുതിയ വീട് ചെയ്യുമ്പോൾ പോലും നമ്മൾ ആ വീടിന്റെ ഒരു 3000 രൂപ ഒരു സ്ക്വയർ ഫീറ്റ് എക്സ്പെൻസ് വന്നാൽ ഈ വീടിന്റെ സ്ട്രക്ചർ പണിയാൻ വേണ്ടി നമുക്കൊരു 1000 രൂപ അല്ല 1300 രൂപ എക്സ്പെൻസ് വരത്തുള്ളൂ. അതിനുശേഷം വരുന്ന എക്സ്പെൻസുകൾ മുഴുവൻ നമ്മൾ ഇലക്ട്രിക്കൽ മാറ്റിയതിന്, ഇലക്ട്രിക്കൽ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ ടൈൽസ് ഒട്ടിച്ചതിന്, പെയിന്റിങ് ചെയ്തതിന്, തടിപ്പണി ചെയ്തതിന്, ഇന്റീരിയർ ചെയ്തതിനൊക്കെ ആയിരിക്കും പൈസ വന്നിട്ടുണ്ടാവുക. ഈവൻ റിനോവേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്തും ഈ വീടിന്റെ സ്ട്രക്ചർ മാത്രം നമ്മൾ നിന്നുള്ളൂ. ഇതിന്റെ അകത്ത് ഫ്ലോറിങ് മാറി, പെയിന്റിങ് മുഴുവൻ റീ ചെയ്തു, ഈവൻ അതിന്റെ ഭിത്തികളുടെയൊക്കെ പൊസിഷനുകളൊക്കെ മാറ്റി. അപ്പൊ അത് പൊളിക്കാനുണ്ടായ എക്സ്പെൻസ്, അത് പിന്നീട് പണിയാനുണ്ടായ എക്സ്പെൻസ്. അപ്പൊ അങ്ങനെ വരുമ്പോ എക്സ്പെൻസീവ് ആണ് റിനോവേഷൻ എന്ന് പറയുന്ന പ്രോസസ്. അപ്പം കോസ്റ്റ് ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല റിനോവേഷൻ എന്ന് പറയുന്നത്. റിനോവേഷൻ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ ആ ബിൽഡിങ്ങുമായിട്ട് എന്തെങ്കിലും അറ്റാച്ച്മെന്റ്, ഒരു ഈവൻ ഇച്ചിരി പഴക്കം കൊണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു വീടാണ്. ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇതിനെ ഇനി ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം നമുക്ക് റിനോവേഷൻ റെക്കമെൻഡ് ആണ്. അത് ബിൽഡിംഗ് കണ്ടാൽ മാത്രമേ നമുക്ക് അത് പറയാൻ പറ്റൂ. അപ്പൊ നമുക്ക് അതിന്റെ ഔട്ട്കം ആയിട്ട് വേണ്ടതെന്ന് നോക്കിയിട്ട് വേണം ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കാൻ അത് റിനോവേഷൻ ചെയ്യുന്നതാണോ പുതിയത് പണിയുന്നതാണോ നല്ലത്. പിന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പോ നമുക്കൊരു 2000 സ്ക്വയർ ഫീറ്റിന് താഴെ ഒരു നില വീട് 3 BHK വരുന്നതൊക്കെ ചെയ്യാൻ എന്ത് കോസ്റ്റ് വരും? ഒരു ആവറേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 BHK ഒക്കെ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഒരു 50 ലക്ഷം രൂപയിലും വേണ്ടി വരും. ഇന്റീരിയർ വേണ്ടി വരുമല്ലേ? അതായത് 50 to 60 രൂപ വരെ പ്രതീക്ഷിച്ചോട്ടോ. അതെന്നു വെച്ചാൽ ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വീടിനെ പറ്റി ഇപ്പൊ ഒരാളോട് പോയി ചോദിച്ചു, എന്നോട് പറയാം വീട് പണിയാൻ എന്താവും ചോദിച്ചു കഴിഞ്ഞാൽ വീടിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വീട് എന്ന് പറയുന്നത് വീടാവണം എന്നുണ്ടെങ്കിൽ അത് കയറി താമസിക്കുന്ന വരെയുള്ള എക്സ്പെൻസുകളെല്ലാം നമ്മൾ അതിന്റെ അകത്ത് കണക്ക് കൂട്ടണം. അതായത് നമ്മൾ അവിടുത്തെ മിറ്റം കെട്ടുന്നതും മതില് കെട്ടുന്നതും ഗേറ്റ് വെക്കുന്നതും കിണർ പണിയുന്നതും അതുപോലെ തന്നെ ഇപ്പൊ വീടിന്റെ അകത്തേക്ക് ഒരു കട്ടിൽ മേടിച്ചിടുന്നതും ഒരു സോഫ മേടിച്ചിടുന്നതും വീട്ടില് കിച്ചണിലേക്ക് ഒരു ഫ്രിഡ്ജ് മേടിക്കുന്നത്, TV മേടിക്കുന്നത്, ഇതെല്ലാം ഒരു വീട് എന്ന് പറയുന്നത്.
ഓക്കെ ഓക്കെ അതിന്റെ എക്സ്പെൻസ് കണക്കാക്കുമ്പോൾ നമ്മൾ വീടിന്റെ സ്ട്രക്ചറിനെ പറ്റി മാത്രം നമ്മൾ ചിന്തിക്കരുത്. അപ്പൊ ഒരു വീടിനെ നമ്മൾ പുതുതായിട്ട് ഒരു വീട് വെക്കാൻ പോകുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു 3000 രൂപയെങ്കിലും ഒരു സ്ക്വയർ ഫീറ്റിന് നമ്മൾ മിനിമം കണക്കാക്കണം എക്സ്പെൻസ്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ഇന്നത്തെ ഇപ്പൊ യൂട്യൂബിലോ അല്ലെങ്കിൽ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പോ കുറേ ഇങ്ങനെ 30 to 40 ആ ഒരു റേഞ്ചിലൊക്കെ ഈ അല്ല അതെ എമൗണ്ടിൽ ഇതെന്നറിയോ, ഇപ്പൊ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോ നമ്മളൊരു കാർ മേടിക്കാൻ പോകും പറയുന്നത്. ഇപ്പൊ നമ്മൾ കാർ മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 6 ലക്ഷം രൂപയുള്ള കാർ പക്ഷെ ഈ കാറിന്റെ AC ഉള്ള കാർ കിട്ടണമെങ്കിൽ 7 ലക്ഷം രൂപ കൊടുക്കണം. പവർ സ്റ്റിയറിംഗ് ഉള്ള കാർ കിട്ടണമെങ്കിൽ 7.5 ലക്ഷം രൂപ കൊടുക്കണം. അലോയ് വീലുള്ള കാർ കിട്ടണമെങ്കിൽ 9 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ അതിന്റെ കാര്യം. മനസ്സിലായില്ലേ? വീട് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പൈസക്ക് കിട്ടും. പക്ഷെ വീടാകണം, നമ്മൾ ഉദ്ദേശിക്കുന്ന വീടാകണമെന്നുണ്ടെങ്കിൽ അതിന് ഇത്രയും പൈസ കൊടുക്കേണ്ടി വരും. അതാണ് അതിന്റെ കാര്യം. ഓക്കെ ഓക്കെ, താങ്ക് യു. ശ്രീകുമാർ സർ ചോദിച്ചോളൂ. ശ്രീകുമാർ സർ. AM ബില്ലിംഗ്. ഹലോ. ലെവിൻ സർ, ഗുഡ് ഈവനിങ്. ഇത് ഞാൻ ഒരു വീട്, എനിക്കിപ്പോ ഒരു പഴയ വീട്, ഒരു പൗരാണികമായിട്ടുള്ള തറവാടായിരുന്നു. അതിനെ ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ട് ഒരു 35 വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് പണിഞ്ഞിരുന്നു. അപ്പൊ അത് എനിക്ക് പേരൻസിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ അതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ പിന്നെ റൂം പണിയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വടക്ക് സൈഡിൽ. അപ്പൊ അതിനകത്ത് ഈ കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ, പഴയ തറവാടാവുമ്പോൾ ഉള്ള ഒരു കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള കണക്കനുസരിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അതിനുള്ള അടുത്തുള്ള ആൾക്കാർ പറയുന്നത് വെച്ചാൽ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല. അതിനകത്താണെങ്കിൽ ആഡ് ഓൺസ് ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് വേണം ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിർബന്ധം ഇല്ല കേട്ടോ സാറേ. കണക്കുകൾ പലതുണ്ടേ. അതായത് ഇപ്പൊ നമ്മളിപ്പം നിലവിൽ ആ വീടിന് ഒരു കണക്ക്, ഒരു ചുറ്റളവ് ഉണ്ടായിരിക്കും. അപ്പം ഇനിയിപ്പോ അഡീഷണൽ ആയിട്ട് സാർ അതിന്റെ ഏതൊരു സൈഡിലേക്ക് എക്സ്റ്റൻഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചുറ്റളവ് കഴിഞ്ഞിട്ട് ഇതിന്റെ മേളിലുള്ള അടുത്ത ഒരു കണക്കുണ്ടാവും. അത് ശരി. അപ്പൊ നമ്മളത് ഒരു വാസ്തുവിന്റെ ആളെ പോയി കണ്ടിട്ട് ഞാൻ ഇന്ന സൈഡിലേക്ക് കൂട്ടിയെടുക്കുകയാണത് ഏത് അളവിൽ കൂട്ടിയെടുക്കണം എന്നുള്ളത് ചോദിച്ചാൽ മതി. അപ്പൊ അതിന്റെ അടുത്ത അളവ് നമുക്ക് കിട്ടും. അപ്പൊ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എക്സിസ്റ്റിംഗ് ഉള്ളതിനെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അളവ് നമുക്ക് കിട്ടുന്നുണ്ട്. അളവ് ചോദിക്കണം, അതേ ഉള്ളൂ. അതിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള അഡീഷണൽസ് നമുക്ക് ചേർക്കാൻ പറ്റും. ചെയ്യാം. അതായത് ഇപ്പം ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് 10 മീറ്റർ ആയിരുന്നു ഇപ്പോഴത്തെ കണക്കെങ്കിൽ ചിലപ്പോ അടുത്ത കണക്ക് ചിലപ്പോൾ കിടക്കുന്നത് 12 മീറ്ററിലായിരിക്കും. അത് ശരി. അപ്പൊ 12 മീറ്റർ ചെയ്യണം, അല്ലാണ്ട് 11 മീറ്റർ ചെയ്യാൻ പറ്റില്ല. അതേ ഉള്ളൂ. അങ്ങനെ ഉണ്ട്. അതായത് ടോട്ടൽ 11 മീറ്ററിന്റെ ആയിട്ടുള്ള പറഞ്ഞോ, അതോ ടോട്ടൽ 12 മീറ്റർ. അതായത് 10 മീറ്റർ ആയിരിക്കും നിലവിലുണ്ടായിരുന്ന കണക്ക്, അടുത്ത കണക്ക് ചിലപ്പോൾ കിടക്കുന്നത് 12 മീറ്ററിനായിരിക്കും കണക്ക് കിടക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് ഏത് സൈഡിലോട്ടായിരിക്കണം എന്ന് വല്ലതും ഉണ്ടാവുമോ? ഇല്ല, അങ്ങനെ നിർബന്ധമില്ല. ഏത് സൈഡിലേക്കും കൂട്ടിയെടുക്കാം. വടക്ക് സൈഡ്, കിഴക്കോട്ടുള്ള ദർശനത്തിലാണ് വടക്ക് സൈഡ് എടുക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ല. ഏത് സൈഡിലോട്ടും കൂട്ടിയെടുക്കാം. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ പ്ലോട്ട്, ചില പ്ലോട്ടുകളുടെ ഒക്കെ രീതി അനുസരിച്ചിട്ട് ഈ വാസ്തുവിന്റെ അനുസരിച്ച് ചില കണക്ക് വ്യത്യാസങ്ങളുണ്ട്. അത് പ്ലോട്ട് കണ്ട് വാസ്തുവിന്റെ ഒരാൾ പറയണം അക്കാര്യം. ഓക്കെ, താങ്ക് യു. സർ. സർ ചോദിച്ചോളൂ. ബില്ലിംഗ്. രതി മേനോൻ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എനിക്കൊരു സംശയം ചോദിക്കാനാണ്. എന്റേതായിട്ടുള്ള ഇപ്പോഴത്തെ ഉള്ള വീട് എനിക്ക് നിയർലി ഒരു 50 ഇയേഴ്സെങ്കിലും ഓൾഡ് ആണത്. 50 ഉണ്ട്. ഓക്കെ, മെയിൻ്റെനൻസ് ഒന്നും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2010 ഞങ്ങളൊരു ചെറിയ എക്സ്റ്റൻഷൻ ഒക്കെ എടുത്ത് ഒരു ചെറിയൊരു ഓൾട്രേഷൻ ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ 2018 വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾക്ക് എഫക്ട് ആയേക്കുന്നതാണ് ആലുവ സൈഡിലെ വീടാണ്. അപ്പൊ അത് കഴിഞ്ഞ പിന്നെ അത് കഴിഞ്ഞ് ഞാനൊന്നും പെയിന്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ആ വാഷിംഗ് ക്ലീനിങ് ചെയ്തിട്ടുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഒരു 4 അടി പൊക്കത്തോളം ഞങ്ങൾക്ക് ഇപ്പോഴും ആ വെള്ളത്തിന്റെ മാർക്കും പാടും തണുപ്പും നനവും കാണാം. ഈ 6 വർഷം കഴിഞ്ഞിട്ടും ഈ നനവ് മാറിയിട്ടില്ല എൻ്റെ ഇതിന്ന്. അപ്പൊ എന്താ അതിന്റെ ഒരു ഇത്? കാരണം ഇപ്പൊ നോക്കുമ്പോൾ 2 വർഷമായിട്ട് ഒരു ഈ 4 അടി 3 അടി പൊക്കത്തിലൊക്കെ പ്ലാസ്റ്ററിന്റെ ഇതൊക്കെ പെയിന്റിങ് അടിച്ചത് ഇങ്ങനെ തവളയുടെ പുറം പോലെ ഇങ്ങനെ പൊളിഞ്ഞു വരൂലേ, ഇങ്ങനെ
കോമളച്ച് നിൽക്കണം. ബെഡ്റൂമുകളിലും ഹാളിലും ഒക്കെ ഇങ്ങനെ നിൽക്കേണ്ടത് ഇപ്പൊ കണ്ട വൃത്തികേടാണ്. അപ്പൊ എനിക്കൊരു സജഷനാണ്, ഞാൻ ഈ പെയിന്റിങ് മാത്രം മാറ്റിയിട്ട് പ്ലാസ്റ്റർ ഇത് ചെയ്യണോ, ഇത് വീട് മുഴുവൻ പൊളിക്കണോ? കാരണം എന്താന്ന് വെച്ചാൽ വാർഡ്രോബിൽ ഈവൻ തുണികൾ വെക്കാൻ പോലും പറ്റുന്നില്ല. അതുപോലും നനഞ്ഞു വരുന്നു. നോട്ടുകൾ അല്ലെങ്കിൽ പേപ്പറൊക്കെ വെച്ച് അതൊക്കെ നനഞ്ഞു വരുന്നുണ്ട്. അതിപ്പോഴും ഇതുവരെ മാറിയിട്ടില്ല. അത് ഇതിനകത്ത് പറയുവാണെന്നുണ്ടെങ്കിൽ വീട് പൊളിക്കേണ്ട കാര്യമില്ല. അതിപ്പോ ഈ കൊമളച്ച് വരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഭിത്തിക്കുള്ളിലുള്ള വെള്ളം പുറത്തേക്ക് തള്ളി പോകുന്നതുകൊണ്ടാണ് കൊമളച്ച് വരുന്നത്. പക്ഷെ ഇത് 6 വർഷമായിട്ട് ഇങ്ങനെ മാറില്ല. ഇത്രയും വെയിലും ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അതാണ് എന്നാന്നുള്ളത് അറിയത്തില്ല. അത് ചിലപ്പോ ആ ഏരിയയില് നനവിന്റെ അംശം കൂടുതലുള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ ഭിത്തിക്ക്. അത് പിന്നെ വേറൊരു കാര്യം, ഒരു റീസൺ സാധ്യതയാണ് ഞാൻ പറയണേ, ആ ബിൽഡിംഗ് ചിലപ്പോൾ പണിതിരിക്കുന്ന ബ്രിക്ക് ക്ലേ ബ്രിക്ക് ആയിരിക്കും. വെട്ടുകളിലായിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഒത്തിരി പഴക്കമായതാണല്ലോ. ഞാൻ മാരീഡ് കഴിഞ്ഞ് വന്നേക്കുന്ന വീടാണ്. ഇതിനകത്ത് ഞാൻ സാധ്യത കാണുന്നതെന്ന് വെച്ചാൽ ഈ 6 വർഷമായിട്ട് പോകാതിന്റെ സാധ്യത കാണുന്നത് പെയിന്റിന്റെ പ്രത്യേകതയായിരിക്കും. അതായത് ഈ പെയിന്റുകള് ഈ നമ്മൾ വാഷബിൾ എന്നൊക്കെ പറയുന്ന പെയിന്റുകൾ ഉണ്ടല്ലോ ഇപ്പൊ വരുന്നത്, ഏറ്റവും പുതിയ വരിക 2010 റിനോവേറ്റ് ചെയ്തപ്പോ പെയിന്റ് അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പം ഈ പെയിന്റ് ഇപ്പൊ ഭിത്തിക്കുള്ളില് വെള്ളം കുടുങ്ങി കിടപ്പുണ്ടെങ്കിൽ ഈ കുടുങ്ങി കിടക്കുന്ന വെള്ളത്തിന് പുറത്തോട്ട് പോകാനായിട്ടുള്ള ഒരു വഴി അടച്ചു കളയും ഈ പെയിന്റിന്റെ ഒരു കോട്ട് കിടക്കുമ്പോ. അത്തരം പെയിന്റ് ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ നമ്മൾ എന്താ പറയുക, ഒരു പണ്ട് പോലെ പറയുന്നത് കുമ്മായം ചേർക്കാണ്ട് എന്താ പറയാ, ഇത് ഇപ്പൊ കോമളച്ച് വരുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് വെള്ളം പുറത്തേക്ക് വരുന്നതാണ്. അത് ഒന്നെങ്കിൽ ഇത് കോമള പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ഒന്ന് റീപെയിന്റ് ചെയ്ത് നോക്കുക. ചിലപ്പം ഇനി എത്ര നാൾ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് 6 വർഷമായി. അടുത്തുള്ള അയലക്കാരൊക്കെ 4 വർഷം കൊണ്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മെയിൻലി തന്നെ പോകുക എന്നുള്ളത് നമുക്കൊരു വഴിയുള്ളൂ, അല്ലാണ്ട് വേറെ വഴിയില്ല. സത്യം പറഞ്ഞാൽ 6 വർഷമൊക്കെ ആകുമ്പോൾ തന്നെ പോകേണ്ടതാണ്. ഇത് നല്ലൊരു 2 ഇപ്പോഴും നനവ് തോന്നുന്നു ഇങ്ങനെ കോമളച്ച് നിൽക്കുന്നു. അപ്പൊ ഞാൻ ഇനി അത് റീപ്ലാസ്റ്റർ ചെയ്താൽ എനിക്ക് എക്സ്പെൻസീവ് ആവൂലേ? ഞാൻ പറഞ്ഞേ ഒന്ന് വേണേ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഒന്ന് ഇപ്പൊ നിലവിൽ കോമളച്ച് കിടക്കുന്ന നോക്കൂ, ഒന്ന് ചീ കളഞ്ഞിട്ട് ഒന്ന് പെയിന്റ് അടിച്ച് നോക്കുക. എന്നിട്ടത് പിന്നെയും ഇതുപോലെ തന്നെ കംപ്ലൈന്റുകൾ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ അടുത്ത മാർഗം നോക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോ ഒരു പക്ഷെ നല്ലൊരു 6 വർഷമൊക്കെ ആയില്ല, അതിന്റെ പ്രശ്നം കഴിഞ്ഞ് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വാർഡ്രോബുകളിൽ ഈവൻ തുണികൾ പോലും നനഞ്ഞാ വരുന്നത്. നമ്മൾ ഇത്ര നോക്ക് തുണിയും അതുപോലെ എന്ത് വെച്ചാലും പേപ്പറിന്റേതായാലും ആ ഒരു ഇഫക്റ്റ് ഉണ്ട് ഇതില്. പിന്നെ ഇപ്പൊ ഈ എക്സ്റ്റൻഷൻ ചെയ്തെടുത്തു എന്ന് പറഞ്ഞല്ലോ 2010, ആ ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളൊക്കെ ക്രാക്ക് വന്നു തുടങ്ങി. നല്ലൊരു ഹെയർലൈൻ ക്രാക്കും ചെറിയൊരു നല്ല ക്രാക്ക് ഒക്കെ ഉണ്ട്. ഇപ്പൊ അത് ലോഡ് താങ്ങാഞ്ഞിട്ടാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നേരിട്ട് കണ്ടാലേ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റൂലേ എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നതെന്നുള്ളതൊക്കെ പല കാര്യങ്ങളും. അപ്പൊ അത് ഈ ഇരുത്തം വന്നതാണോ, അതായത് ഇപ്പം സ്ട്രക്ചറിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടായ ആണോ, അല്ല അത് പിന്നെ ഈ എക്സ്റ്റൻഷൻ ഒക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ബിൽഡിംഗ് പുതിയ ബിൽഡിംഗ് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഏരിയയിലൊക്കെ ചെറിയ ക്രാക്കുകളൊക്കെ വരാം, സ്വാഭാവികമായിട്ടുള്ളത്. അതല്ലാണ്ട് കാര്യമായ ക്രാക്ക് ആണെന്നുണ്ടെങ്കിൽ അത് സ്ട്രെങ്തിന്റെ കൊണ്ടുണ്ടായതാണോ, അത് ബിൽഡിങ്ങിന്റെ സ്ട്രെങ്ത് മാത്രമല്ല തറയുടെ സ്ട്രെങ്ത് മാറിയത് കൊണ്ടാണോ എന്നൊക്കെ നോക്കണം. അല്ല അതൊക്കെ എനിക്ക് ഇനിയിപ്പോ താങ്കളെ ആരെങ്കിലും ഇങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ? ഇനി സപ്പോസ് എനിക്കൊരു അഭിപ്രായം അറിയാൻ, ജസ്റ്റ് ഒരു അഭിപ്രായം ഈ വീട് കണ്ടിട്ടാണെങ്കിലോ എന്നറിയാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് എന്തെങ്കിലും ഒരു നമ്പറോ? ഓക്കെ, താങ്ക് യു. അബൂബക്കർ സർ ചോദിച്ചോളൂ. ഹലോ സാർ. പറഞ്ഞു. ഒരു പുതിയ വീട് ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോ തറപ്പണിക്ക് കരിങ്കല്ല് കൊണ്ടാണ് തറപ്പണി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ചെതല് വരുന്നതിനും അതുപോലെ തന്നെ ഈർപ്പം താഴ്ത്തുന്ന മേലോട്ട് വരുന്നതിനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കരിങ്കല്ല് തറയാണല്ലോ നമ്മൾ കെട്ടണേ. അതെ. അപ്പൊ കെട്ടിക്കഴിഞ്ഞിട്ട് അതിന്റെ മേളിൽ നമ്മളൊരു ബെൽറ്റ് കൊടുക്കും. ബെൽറ്റ് കൊടുക്കും. അപ്പൊ ആ ബെൽറ്റിന്റെ താഴെ നിൽക്കണം നമ്മൾ എർത്ത് ഫില്ല് ചെയ്യുന്നത്. അതായത് ബെൽറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കരിങ്കല്ല് കെട്ടിന് എത്ര വീതിയുണ്ടോ അത്രയും വീതിക്ക് തന്നെ നമ്മൾ ബെൽറ്റ് കൊടുക്കുക. എന്നിട്ട് ആ ബെൽറ്റ് കൊടുത്തിട്ട് ആ ബെൽറ്റിന്റെ താഴെ ലെവലില് അതായത് നമ്മള് തറയ്ക്കകത്ത് മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ ആ മണ്ണ് ഒരിക്കലും ഭിത്തിയിൽ വന്ന് മുട്ടരുത്. തറയുടെ അത്രേ പാടുള്ളൂ. അതെ, കരിങ്കല്ല് കെട്ടിയതിന് അത്രേ മണ്ണ് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. അപ്പൊ അതിന് ശേഷമുള്ള കണെന്ന് പറയുന്നത് നമ്മൾ PCC ചെയ്യുമ്പോൾ ആ ലെവല് PCC ചെയ്ത് വരും എന്ന് കണക്കാക്കുക. അപ്പൊ എത്ര ഖനാണ് ഈ ബെൽറ്റ് വേണ്ടത്?
15 സെന്റിമീറ്റർ ആണ് സാധാരണ പറയാറ്. അപ്പൊ അത്രയും നമ്മൾ എന്തുകൊണ്ടാണ് ഫില്ല് ചെയ്യേണ്ടത്? 10 സെന്റിമീറ്റർ ആണെങ്കിലും മതി. അപ്പൊ അത്രയും എന്തുകൊണ്ടാണ് ഫില്ല് ചെയ്യേണ്ടത്? പിന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യൂലോ ഇത് കഴിഞ്ഞിട്ട്, നമ്മൾ ടൈൽസ് വിരിക്കുന്നതിന് മുമ്പ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യൂലോ. ഈ 10 സെന്റിമീറ്റർ കോൺക്രീറ്റ് ചെയ്യണം. കോൺക്രീറ്റ് ചെയ്യാം, അതേ ഉള്ളൂ. അതായത് മണ്ണിന്റെ കോൺടാക്ട് ഒരിക്കലും ഭിത്തിയായിട്ട് ഉണ്ടാകാൻ ഇടവരരുത്. അതാണ് ഒന്നാമത് നോക്കാനുള്ളത്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഈ ബെൽറ്റ് വാർത്ത് കഴിയുമ്പോൾ നമ്മള് ഈ അതായത് ഈ ചിലടത്തൊക്കെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭിത്തി കെട്ടുന്ന എന്താണോ അതേ രീതിക്ക് തന്നെ അതേ രീതിക്ക് തന്നെ ആ ഒരു വീതിനെക്കാളും കുറച്ചുകൂടെ കൂട്ടി നമ്മൾ ഈ ബിറ്റ്വിൻ കോമ്പൗണ്ട് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ് മേടിക്കാൻ കിട്ടും ഹാർഡ്വെയർ വഴി. അതൊരു കോട്ട് 2 കോട്ട് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എന്തിന്മേലെ അടിച്ചു കൊടുക്കണ്ട? ഈ ബെൽറ്റിന്മേലെ അടിച്ചു കൊടുത്താൽ ബെൽറ്റിന്റെ മേളിൽ അടിച്ചു കൊടുക്കും. ബെൽറ്റിന്റെ മേളിലും സൈഡിലും ആയാലും കുഴപ്പമില്ല അല്ലെ? അതെ, ബെൽറ്റിന്റെ മേളിലും സൈഡിലും നമ്മൾ ഈ ഒരു ബിറ്റ്വിനസ് കോട്ട് ആയിട്ടുള്ള ആ ഒരു വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ അടിച്ചു കൊടുക്കും, ഒരു 2 കോട്ട്. അപ്പൊ അതൊരു വെള്ളത്തിന്റെ താഴെ നിന്നുള്ളത് മേളിലോട്ട് പെനട്രേറ്റ് ചെയ്യുന്നത് കട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. അത് ഏതാണ് ഇപ്പൊ കിട്ടുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അത് പല കമ്പനികളിലും ഉണ്ട്. ഡോക്ടർ ഫിക്സിറ്റ് ഒക്കെ പോലത്തെ പെഡ്ലൈറ്റ് പോലത്തെ കമ്പനികൾ, പല കമ്പനികളിലും അവൈലബിൾ ആണ്. സാധാ ബ്രഷ് ആയിട്ട് അടിച്ചു കൊടുത്താൽ മതി അല്ലേ? അത്രേ ഉള്ളൂ. അത് ഓരോന്നിന്റെ ആപ്ലിക്കേഷൻ രീതി വ്യത്യാസമാണ്. ചിലത് നേരിട്ട് തന്നെ ബ്രഷ് തൂത്തടിക്കുന്നുണ്ട്, ചിലത് മിക്സ് ചെയ്യണം, അങ്ങനെ വേണം ഉപയോഗിക്കണം. അത് കടക്കാരോട് ചോദിക്കുമ്പോൾ അവരത് പറഞ്ഞു തരും ആ രീതിക്ക് ചെയ്യാന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ 10 സെന്റിമീറ്റർ ബെൽറ്റിന്റെ കനം എന്ന് പറഞ്ഞല്ലോ, അതില് ഒരു 5 സെന്റിമീറ്റർ കോൺക്രീറ്റ് ചെയ്താൽ മതിയോ അതോ ഫുൾ ആയിട്ട്? 5 സെന്റിമീറ്റർ ആണെങ്കിലും മതി. പക്ഷെ ഇതാണ് ഞാൻ പറഞ്ഞത്, അതായത് മണ്ണ് വ്യക്തിയായിട്ട് കോണ്ടാക്ട് ഉണ്ടാവാൻ പാടില്ല. അത് തന്നെ, ബെൽറ്റിന്റെ കനം ഇത്ര ഉണ്ടെങ്കിൽ എർത്തിന്റെ ഫില്ലിങ് അതിന്റെ മേള് വരെ എത്തരുത്, അതിനേക്കാൾ താത്തി നമ്മൾ നിർത്തണം. അതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ മരം വുഡാണ് ഉദ്ദേശിക്കുന്നത്, ഈ പിന്നെ വിൻഡോ ഡോർ ഇതൊക്കെ. അപ്പൊ ഈ വുഡിനും ഈ ചെതല് പിടിക്കാതിരിക്കാനുള്ള ഇതെന്താണ്? ചെതല് പിടിക്കാതിരിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഞങ്ങള് റെക്കമെൻഡ് ചെയ്യുന്ന മാർഗം പ്രോസസ് ചെയ്യാന്നുള്ളത്. അതായത് നമ്മൾ തടി പുഴുങ്ങൂലോ, തടി കെമിക്കൽ ട്രീറ്റ്മെന്റിന് വിടും. അത് എങ്ങനെയാണ് കെമിക്കൽ ട്രീറ്റ്മെന്റ്? സീസണിങ്, ഈ തടിയുടെ സീസണിങ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് നമ്മൾ തടി, അതായത് ഇതിന്റെ പ്രോസസ് ഇങ്ങനെയാണ്. പച്ചത്തടി നമ്മൾ എടുത്തിട്ട് ഈ തടീനെ ഒരു ചേമ്പറിനകത്ത് കയറ്റി ഉണക്കും. ഉണക്കുന്നതിന് മുമ്പ് ഇതിനെ കെമിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയും. അതായത് ചെതലൊക്കെ എടുക്കാതിരിക്കാനായിട്ടുള്ള കെമിക്കൽസ് ചേർത്ത ഒരു ചേമ്പറിന്റെ അകത്ത് കയറ്റി പ്രഷർ കൊടുത്ത് ഇതിനെ പുഴുങ്ങിയതിന് ശേഷം എടുത്തിട്ട് ഇതിനെ ഉണക്കി സീസൺ ചെയ്തിട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ തടി കട്ടലയും ജനലും ഒക്കെ ഉണ്ടാക്കുക. സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്നതാണോ? അപ്പൊ അതൊരു വലിയ എക്സ്പെൻസീവ് അല്ല. നമ്മുടെ നാട്ടിൽ അത് ചെയ്യുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത്, തടി നന്നായിട്ട് നമ്മൾ അട്ടിയിട്ട് അടുക്കി വെക്കൂല്ലോ തടി, അങ്ങനെ അടുക്കി വെച്ച് ഉണക്കുക. ഒരു 3-4 മാസമൊക്കെ അട്ടിയിട്ട് അടുക്കി വെച്ച് നന്നായിട്ട് തടി ഉണങ്ങുക. തീർന്നതിന് ശേഷമാണോ? മില്ലിൽ പോയി തീർന്നതിന് ശേഷമാണോ? മില്ലിൽ പോയി കീറിയതിന് ശേഷം, മില്ലിൽ പോയിട്ട് നമ്മൾ ഉരുപ്പിടി കീറിയതിന് ശേഷം ഇതിനെ അട്ടിയിട്ട് അടുക്കി വെക്കുക, ഗ്യാപ്പിട്ട് എയർ ഗ്യാപ്പിട്ട് അടുക്കി വെക്കുക. ഒരു 2-3 മാസം 4 മാസം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മള് മണ്ണെണ്ണയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ടർപ്പൻ എന്ന് പറയുന്നത്, ടർപ്പൻ ഓയിലും കർപ്പൂരവും കൂടെ ഇട്ട് ബ്രഷിന് തൂത്ത് അടിക്കാറുണ്ട് ആൾക്കാര്. മുഴുവൻ ഭാഗത്തും അടിക്കുക അല്ലെ? എല്ലാ ഭാഗത്തും അടിക്കുക. കൂടുതലും നമ്മുടെ ഈ ഭിത്തിയോട് പിന്നെ ഭിത്തിയോട് ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളിലാണല്ലോ ചെതല് വരിക, അവിടെ അടിച്ചാ പോരെ? മൊത്തത്തിൽ അടിക്കുവാണ് നല്ലത്. പിന്നെ ഈ ഭിത്തിയായിട്ട് ടച്ച് വരുന്ന ഭാഗത്ത് ഒരു 2 കോട്ട് കൂടുതൽ അടിക്കുവാണ് നല്ലത് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട തറയില് ഈ നമ്മള് കട്ടള വെക്കുമ്പോ ഉണ്ടല്ലോ, ഈ ടൈൽസ് വരാൻ പോകുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ, അതിന്റെ മേളിൽ നിൽക്കണം കട്ടള. അത് എങ്ങനെയാണ്? മേളിലല്ലോ, താഴ്ത്താണല്ലോ നിക്കുക. കാരണം കട്ടള ആദ്യം വെക്കുമല്ലോ നമ്മള് ഈ പടവ് തുടങ്ങുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞ അതൊരു പരിധിയിലധികം താന്നു പോയിട്ടുണ്ടെങ്കിലുള്ള കുഴപ്പം, അത് ഈ കുഴിയിലോട്ട് വെള്ളം അടിയിൽ നിന്ന് വലിച്ചു കയറാനുള്ള സാധ്യത. അപ്പൊ അത് ഞങ്ങള് സാറ് എനിക്ക് പറയുമ്പോൾ നമ്മൾ ഈ ബെൽറ്റ് വാർക്കുന്ന ബെൽറ്റിന്റെ അവിടെ വരെ വന്ന്, അതായത് ഒരു ടൈൽസിന്റെ ഒരു കനം ഉണ്ടല്ലോ, ഒരു സെന്റിമീറ്റർ കനം, അത്രയൊക്കെ താന്നു നിന്നാൽ മതി ടൈൽസിന്റെ ലെവലിൽ നിന്ന് ഇത് താഴോട്ട്. അത് കൂടുതൽ താന്ന് നിൽക്കരുതെന്ന് ഞങ്ങൾ പറയാറ്. പിന്നെ ഒരുപാട് മെഴുക് തൂക്കാറുണ്ട് ചിലത്.
അപ്പൊ പടവ് തുടങ്ങുമ്പോഴാണല്ലോ നമ്മൾ കട്ടള വെക്കുക. കട്ടള അതെ. വെക്കുമ്പോ അതിനടിയിൽ എന്തെങ്കിലും കല്ല് എന്തെങ്കിലും ടൈൽസ് എന്തെങ്കിലും കഷ്ണങ്ങൾ എന്തെങ്കിലും വാങ്ങി പോലത്തെ ഒരു കല്ലോ എല്ലാം കൊടുത്തിട്ട് നമ്മളിപ്പം ടൈൽസ് വിരിക്കുന്ന അതിന്റെ താഴെ നമുക്ക് മണലും ഗ്രൗട്ടും ഒക്കെ വരുന്ന ഒരു കനമുണ്ടല്ലോ, ആ ഒരു കനം കണക്കാക്കി അത്ര ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് പൊക്കി വെക്കുക കട്ടള. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഫിൽമ മാം ചോദിച്ചോളൂ. ഫിൽമ മാം. ഹലോ, പറയാം. റോണി സർ ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്. ഞാൻ നിലവിൽ ഒരു വീട് വെക്കാനും പ്ലാനിങ്ങിലാണ്. ഓൾറെഡി ഫ്ലോർ പ്ലാൻ എല്ലാം നോക്കിയിരിക്കുകയാണ്. 1728 സ്ക്വയർ ഫീറ്റ്. അപ്പൊ നിലവിൽ നമ്മ ഈ കോൺട്രാക്ട് കൊടുക്കുമ്പോ എല്ലാം സെപ്പറേറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾ. ഇച്ചിരി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റോക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കോൺട്രാക്ട് കൊടുക്കുമ്പോ തറ കഴിഞ്ഞ് സ്ട്രക്ചർ പൊങ്ങുമല്ലോ, അപ്പൊ ഈ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഇത് വരുമല്ലോ, അത് ഇതിന്റെ ഒപ്പം ഒന്നിച്ച് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് പിന്നെ ചെയ്യുകയാണോ? ഇലക്ട്രിക്കൽ കണക്ഷൻസും വയറിംഗ്. അതെ, ഇലക്ട്രിക്കലിന്റെ വർക്ക് ഒരു വീട് സാറിന് തുടങ്ങാൻ നമ്മുടെ വീടിന്റെ വാർക്കയുടെ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കാണ് ഇലക്ട്രീഷ്യന്റെ വർക്ക് തുടങ്ങുന്നത്. വാർക്കയ്ക്ക് അകത്തൂടെയുള്ള പൈപ്പുകൾ ഇടുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വർക്ക് അവർക്ക് നടക്കുക. ഓക്കെ. അപ്പൊ അവിടെ മുതല് പിന്നീട് അങ്ങോട്ട് ഭിത്തി, അത് കഴിഞ്ഞ് ഭിത്തി പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് ഭിത്തിയെ കൂടെ കൺസീൽഡ് ആയിട്ട് പോകാനുള്ള പൈപ്പുകളെല്ലാം വെട്ടിയിടണം. അപ്പൊ ശരിക്കും പറഞ്ഞാ ഇപ്പൊ നമ്മ സ്ട്രക്ചറിന് ഒരു ടീമിനെ നമ്മ വെക്കണേന്ന് ലേബർ കോൺട്രാക്ട് പോലെ. അപ്പൊ ഈ ഇലക്ട്രിക്കൽ ടീമും കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. രണ്ടു പേർക്ക് കൊടുക്കാല്ലേ? ഓക്കെ 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 ഓക്കെ. പിന്നെ നിലവില് അതായത് ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ ഈ മഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു ഐറ്റം പുതിയ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, മെംബ്രിക്ക്. അത് എത്രത്തോളം റിലയബിൾ ആണോ അതോ നമ്മുടെ ഇപ്പൊ ഓൾറെഡി നമ്മുടെ കോൺക്രീറ്റ് കട്ടയുണ്ടല്ലോ അതാണോ ബെറ്റർ എന്നൊരു കൺഫ്യൂഷനിലുണ്ട്. അതിപ്പം റിലയബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിന്റെ ലാബിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വെച്ചിട്ട് അത് റിലയബിൾ ആണ്. അതിനിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. അതിനകത്ത് പ്രശ്നം വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്കൊക്കെ തോന്നുന്ന ഒരു ഏരിയ, ഇത് വെള്ളവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ, അതായത് ചുമ്മാ വൺസ് ഇൻ എ വൈലൊക്കെ വെള്ളമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നല്ല ഉദ്ദേശിച്ചത്, സ്ഥിരമായിട്ട് വെള്ളവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇത് അലിയാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് എപ്പോഴും വല്ലപ്പോഴും ഒന്ന് നനഞ്ഞാലൊന്നും പ്രശ്നം കാണില്ല, പക്ഷെ സ്ഥിരമായിട്ട് ഇത് നനഞ്ഞ് കടന്നു കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷെ അതൊരു ഈർപ്പമുള്ള സ്ഥലത്താണെങ്കിൽ മെയിനായിട്ട്. അതെ, അതാണ് അതിനകത്ത് ഒരു സാധ്യതയുള്ളത്. അപ്പോ അത് മാത്രമേ അതിനകത്ത് നമുക്കൊരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ളൂ. വേറെ കാര്യങ്ങളിൽ സ്ട്രെങ്തോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്നും, അതല്ല രാവിലെ റിപ്പോർട്ടുകളൊക്കെ വെച്ച് സ്ട്രെങ്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ സിമെന്റ് കട്ടയുടെ കാര്യം പറയുമ്പോൾ സിമെന്റ് കട്ട മാർക്കറ്റ് വന്നിട്ട് വർഷങ്ങളായി. അതായത് 10-20 വർഷത്തെ മേളിൽ മാർക്കറ്റിൽ നമുക്ക് അറിയാവുന്ന ഒരു മെറ്റീരിയലാണ്. എംബ്രിക് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ വന്ന ഒരു പുതിയ മെറ്റീരിയലാണ്. അപ്പൊ അത് പയറ്റി തെളിയണം. പിന്നെ ACC ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ACC ബ്ലോക്ക് ഹീറ്റ് കുറക്കാൻ പറ്റുമോ? അത് ഹീറ്റ് കുറയുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷെ ACC ബ്ലോക്കുകൾ നമ്മൾ ലോഡ് ബെയറിംഗ് ആയിട്ട് പൊതുവെ ചെയ്യാറില്ല. അതായത് ഈ സ്ട്രക്ചർ ആയിട്ട് ചെയ്യുന്ന ബിൽഡിങ്ങുകളുള്ള കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ചെയ്യുന്ന പോലെ ബീമും കോളവും ഒക്കെ വെച്ച് ആ ബിൽഡിങ്ങുകളുടെ അകത്ത് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല. ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള ACC ബ്ലോക്കുകളുണ്ട്, അതിന് പ്രൈസ് കൂടുതലാണ്. അത് നമുക്ക് സാധാരണ പൈസക്ക് കിട്ടില്ല. ഓക്കെ 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 ഓക്കെ, അങ്ങനെയല്ലേ. ഓക്കെ ഓക്കെ, താങ്ക് യു. ചോദിച്ചോളൂ. ഹലോ സർ, കേൾക്കാമോ? ഹലോ. സർ, ഞങ്ങൾക്ക് ഒരു 3 സെന്റ് പ്രോപ്പർട്ടിയാണ് ഉള്ളത്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഒരു സിംഗിൾ സ്റ്റോറി 2 BHK ഹൗസ് പണിയാൻ പോസിബിൾ ആണോ? ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, പിന്നെ 2 ബെഡ്റൂം. പോസിബിൾ ആണ്. പിന്നെ മിറ്റമൊക്കെ എല്ലാം മിനിമം സെറ്റ് ബാക്കിലായിരിക്കും. ഈ 3 സെന്റ് താഴെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ ഈ ഗവൺമെന്റിന്റേതായ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ട് സെറ്റ് ബാക്കിന്റെ കാര്യത്തിലൊക്കെ. പോസിബിൾ ആണ്, ചെയ്യാൻ പറ്റും.
അപ്പൊ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്ലോറും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ മിറ്റവും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ. മറ്റേത് നമ്മുടെ പറമ്പ് നിറച്ച പെരയായിരിക്കും, മറ്റേത് നമുക്ക് കുറച്ച് സ്ഥലം അവിടെ ഇവിടെയൊക്കെ കിട്ടും. അപ്പൊ നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂം അങ്ങനെ കൊടുത്താൽ മതിയോ? അതെ, അതാണ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. 3 സെന്റ് ഒക്കെ ഉള്ള ഫ്ലോറിൽ റെക്കമെൻഡ് ചെയ്യുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം ഇട്ടിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, 2 ബെഡ്റൂമേ ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ 2 നിലയ്ക്ക് പോകേണ്ട കാര്യമില്ല, ഒരു നില തന്നെ ചെയ്യായിരിക്കും കേട്ടോ. കാരണം ആ സ്റ്റെയർ കേസും അതിനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന ഏരിയ മതി ഒരു ബെഡ്റൂം കൂടെ താഴെ ചെയ്യാൻ. സാർ ഇപ്പോ ഫസ്റ്റ് ഫ്ലോറും കൂടെ നമ്മൾ എടുക്കണമെങ്കിൽ കോസ്റ്റ് ഭയങ്കരമായിട്ട് മാറുമോ? ഇപ്പൊ ഒറ്റ നില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്റ്റെയർ കേസിന്റെ പൈസ അധികം വരും, അത് മാത്രമേ ഉള്ളൂ. വേറെ വലിയ എക്സ്പെൻസുകൾ. പക്ഷെ അപ്പൊ വേറെ കാര്യമുണ്ട്, ഇതിന്റെ തറയുടെ പണികൾ അത്രയും കുറയുമല്ലേ, കോസ്റ്റ് ഒക്കെ വ്യത്യാസം വലിയ കാര്യമാണ്. അപ്പൊ എസ്റ്റിമേറ്റ് എത്ര, ഒരു 40-ലൊക്കെ നിൽക്കുമോ നമുക്ക്? സ്ക്വയർ ഫീറ്റ് എത്രയാണ് ഉദ്ദേശിക്കുന്നത്? 1500 സംതിങ് നിൽക്കും, ധാരാളം മതി. 40-ലൊക്കെ ധാരാളം മതി. 40 ഒന്നും വേണ്ടി വരികയല്ലേ. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ, ആർട്ട് ഏരിയ ചോദിച്ചോളൂ. ഹലോ. എൻ്റെ പേര് വിനയ് എന്നാണ്. ആക്ച്വലി ഞാനൊരു ഡിസൈൻ, എൻ്റെ ഒരു ഫ്രണ്ട് ആർക്കിടെക്റ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ഒരു ഡിസൈൻ ചെയ്തതാണ്. സ്ട്രക്ചറൽ കാര്യങ്ങൾ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു തന്നു. പിന്നെ ഞാൻ അദ്ദേഹം വേറെ കുറേ കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആയപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് കുറച്ച് ഡിസൈനിങ്ങിലേക്ക് പോയത്. അപ്പോൾ നമുക്കൊരു ഡബിൾ ഹൈറ്റ് ആണ് ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. ഡബിൾ ഹൈറ്റിന്റെ ഓപ്പോസിറ്റ് ഒരു ആ സ്പേസിന്റെ അപ്പുറം ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. അപ്പോൾ സ്റ്റെയർ കേസിന്റെ ഇപ്പോൾ വീടിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഈ ഡബിൾ ഹൈറ്റ് ഉള്ള സ്ഥലത്തൊരു വലിയ വിൻഡോ വന്നാൽ കാറ്റും വെളിച്ചമൊക്കെ നന്നായിട്ട് വരും എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പം താഴെ നിന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പാകത്തിന്, മീൻസ് ഗ്ലാസ് ആണെങ്കിലും അതിൻ്റെ അടയ്ക്കാനാണെങ്കിലും തുറക്കാനാണെങ്കിലും പിന്നെ ക്ലീൻ ചെയ്യാനാണെങ്കിലും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പാകത്തിന് ഒരു സൊല്യൂഷൻ, റിമോട്ട് കൺട്രോൾ എന്നുള്ളൊരു ഓപ്ഷനൊക്കെ അല്ലാതെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ പറഞ്ഞു തരാനുണ്ടോ? അല്ലാതെ ഞാൻ ആലോചിച്ചപ്പോ ചെയ്യുന്ന രീതിയിലുള്ളൊരു കുറച്ചും കൂടെ ഇൻഡസ്ട്രിയൽ ഒരു ഡിസൈനിന്റെ സാധ്യതയോടുകൂടി ഒരു എന്താ പറയുക ഷട്ടർ ആണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ലാസ്റ്റ് വന്ന ഒരു സൊല്യൂഷൻ. അത് അത്രയും പ്രായോഗികമാണെന്ന് അറിയില്ല, അവരെ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങളുടേതായ എക്സ്പീരിയൻസിൽ എന്താണ്? കേട്ടില്ല. വളരെ ഇപ്പൊ ഒരു കാണാൻ ബ്യൂട്ടി ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ആണോ വളരെ ചെറിയ പറയുന്ന പേര്? അത്യാവശ്യം വെട്ടം കയറും, കാറ്റ് കയറും, പ്രാണികൾ ആണല്ലേ? അത് ഏതെങ്കിലും അത്തരം കാര്യങ്ങള് സാറിന് അറിയാമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ? പറഞ്ഞ എനിക്ക് നമ്മള് പ്രിഫേർഡ് ഷട്ടർ അല്ലേ? പ്രിഫറേറ്റഡ്. ഓക്കെ. പിന്നെ ഈ ലൈൻ പ്ലാസ്റ്റിംഗ് ആക്ച്വലി ചെയ്യുന്നു അല്ലേ? അതിന് ഈ പറഞ്ഞ താഴെ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ ഈ പറഞ്ഞ പണ്ടൊക്കെ ഒരു വലിയ ഷട്ടറൊക്കെ അതെ, അതിന് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതെ ഓക്കെ, പ്രിഫറേറ്റഡ് അല്ലേ? ഓക്കെ, അത് 2 രീതിയുണ്ട്. ഓക്കെ സാർ, ഒരു കാര്യം കൂടി, നമുക്ക് പ്ലാസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ലൈം പ്ലാസ്റ്ററിങ്, മൈക്രോ കോൺക്രീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞൊരു പുതിയ ലൈം പ്ലാസ്റ്ററിങ്ങിന്റെ കുറച്ച് പേരെ ഞാൻ കണക്ട് ചെയ്യാൻ പറ്റി. പക്ഷേ ഈ വാട്ട് ഈസ് മൈക്രോ കോൺക്രീറ്റിംഗ്, അതെന്താണ് ആ സംഗതി? മൈക്രോ കോൺക്രീറ്റിംഗ് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മള് ഈ NH ഒക്കെ പണിയുന്നിടത്ത് ഭിത്തിയിലൊക്കെ ഈ വാളിന് പകരം ചെയ്ത്, അതായത് നമ്മള് മണലും സിമെന്റ് മിക്സ് ചെയ്യുന്ന പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് അതൊരു മെഷീന്റെ സഹായത്തോടെ ഭിത്തിയിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം അത്രേ ഉള്ളൂ അല്ലേ? അല്ലാതെ ഈ ലൈം പ്ലാസ്റ്ററിംഗ് പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ഇല്ല അല്ലേ? ഏകദേശം സിമിലർ ലൈം പ്ലാസ്റ്ററിങ്ങിനോട് എന്താണ് സാറിന്റെ ഒരു പാർട്ടിസിപ്പേറ്റ് ഞങ്ങളുടെ വീടുകളിലൊക്കെ ചെയ്യാറുണ്ട്. ഇന്റീരിയർ ആണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്, എക്സ്റ്റീരിയർ റെക്കമെൻഡ് ചെയ്യാറില്ല. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ശരി.
പോൾസൺ സർ ചോദിച്ചോളൂ. പോൾസൺ സർ, നമുക്ക് ഇന്ത്യയിൽ ചെയ്യുമ്പോഴേ ഈ മൾട്ടിവുഡ് ആണോ നല്ലത് അല്ലെങ്കിൽ പ്ലൈവുഡ് ആണോ നല്ലത്? എമൗണ്ട് വെച്ച് നോക്കണമെങ്കിൽ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല പ്ലൈവുഡിനും മൾട്ടിവുഡിനും ഒരേ പ്രൈസ് ആവും. ആണല്ലേ? നല്ല പ്ലൈവുഡിനും നല്ല മൾട്ടിവുഡിനും. കാരണം ഇത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ 710 എന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലൈവുഡിന് ഈ പറയുന്ന മൾട്ടിവുഡിന് നല്ല മൾട്ടിവുഡിന്റെ അതേ പ്രൈസ് തന്നെ ഉണ്ട്. പിന്നെ ഈ മൾട്ടിവുഡും പല വിലയുടെ അവൈലബിൾ ആണ്. അതിൽ കുറഞ്ഞ വിലയുടെ എടുത്താലുള്ള പ്രശ്നം വെച്ചാൽ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും. അതായത് വൺസ് ഒരു സ്ക്രൂ അതിൻ്റെ അകത്തൊരു പിരിച്ച് കയറി കഴിഞ്ഞാൽ അത് ഇളകി പോരാനായിട്ടുള്ള സാധ്യത കൂടുതലായിരിക്കും. അത് ഡെൻസിറ്റി, ഈ മൾട്ടിവുഡിന്റെ ഡെൻസിറ്റിയാണ് ഇതിന്റെ സ്ട്രെങ്ത് തീരുമാനിക്കുന്നത്. അപ്പൊ ഡെൻസിറ്റി കുറഞ്ഞ മെറ്റീരിയലിന് വില കുറവായിരിക്കും. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ സ്ക്രൂ പിടിച്ചിരിക്കുകയില്ല. കുറച്ച് തുറക്കും അടയ്ക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ സ്ക്രൂ പറഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മൾട്ടിവുഡ് യൂസ് ചെയ്യുമ്പോൾ നല്ല മൾട്ടിവുഡ് മേടിക്കണം. പ്ലൈവുഡ് ആണെങ്കിലും നല്ല പ്ലൈവുഡ് മേടിക്കണം. അപ്പൊ ഇത് രണ്ടിനും ഏകദേശം കോസ്റ്റ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ വരും. ഒരു വ്യത്യാസമൊന്നുമില്ല. ഈ രണ്ടിനും ഈ പറഞ്ഞ പോലെ സാധ്യത കൂടുതലുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ റെക്കമെൻഡബിൾ മൾട്ടിവുഡ് ആണ്. അതിന്റെ ഫിനിഷിങ് പെയിന്റിങ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മ ലാമിനേറ്റ് ഷീറ്റ് ആണ് എന്താ ചെയ്യേണ്ടത്? തിരിഞ്ഞില്ല, ഒന്നുകൂടെ പറയാമോ? നമ്മൾ മൾട്ടിവുഡ് ആണെങ്കിൽ പിന്നെ റീപെയിന്റ് ചെയ്യണ്ടേ നമ്മൾ അതിന്റെ മേളില്? അല്ലെങ്കിൽ ലാമിനേറ്റ് ഷീറ്റ് അത് രണ്ടും സെയിം തന്നെയല്ലേ? അത് രണ്ടും സെയിം ആണ്. പ്ലൈവുഡ് ആണെങ്കിൽ നമ്മൾ അതിന്റെ മേലിൽ ലാമിനേറ്റ് ഒട്ടിക്കുകയല്ലോ ചെയ്യണ്ടേ? അതെ അതെ അതെ. റേറ്റ് രണ്ട് സെയിം ആണെന്ന് പറയുന്നത് അല്ലേ? റേറ്റ് ഒക്കെ രണ്ട് സെയിം ആയിരിക്കും. വലിയ വ്യത്യാസമൊന്നും വരുമൊന്നുമില്ല. ഓക്കെ ഓക്കെ. ജെറിൻ ജോൺ സർ ചോദിച്ചോളൂ. ഹലോ, എൻ്റെ പേര് ജെറിൻ എന്നാണ്. ഞാനേ ഒരു പ്ലോട്ട് നോക്കിയായിരുന്നു. പക്ഷെ പ്ലോട്ടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ വാട്ടർ ടാങ്ക്, മറ്റേ ഗവൺമെന്റ് വാട്ടർ ടാങ്ക് ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ? വാട്ടർ ടാങ്ക് ഉദ്ദേശിച്ചത് മറ്റേ ഈ മറ്റേ ഇങ്ങനെ പില്ലറയിൽ കയറി മേളിലിരിക്കുന്ന ടാങ്ക് ആണോ? അതെ 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 അതെ. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയൊന്നുമില്ല. അത് ഒത്തിരി ചേർന്നാണോ നമ്മുടെ വീടുമായിട്ട്? നമ്മുടെ പ്ലോട്ടിന്റെ തൊട്ടടുത്തതിന്റെ അടുത്ത പ്ലോട്ട് അങ്ങനെ. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നമ്മുടെ പ്ലോട്ടുമായിട്ട് ബന്ധമൊന്നുമില്ല. അല്ല, അപ്പൊ അത് പണിത സമയത്ത് ആ മണ്ണിന് എന്തെങ്കിലും ഒരു അതിങ്ങനെ പൈലിംഗ് ഒക്കെ ചെയ്തിട്ടായിരിക്കുമല്ലോ പണിതിട്ടുണ്ടാവുക. അപ്പൊ ഇല്ലെന്നേ, അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ കഴിയൊന്നുമില്ല. ഫൈലിംഗ് ഫുട്ടിങ് ആയിരിക്കും ചെയ്തേക്കുന്നത്. പക്ഷെ എന്നാലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അത്രയ്ക്ക് ട്രാൻസ്ഫർ. ഇപ്പൊ നമ്മളിപ്പോ എറണാകുളം പോലത്തെ ഒരു ടൗണിൽ പെടുത്തി കഴിഞ്ഞാൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ, ഹൈറൈസ് ബിൽഡിങ്ങുകളൊക്കെ കയറുന്ന അതിലും അടുപ്പിച്ചല്ലേ. ഓക്കെ ഓക്കെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഞാനത് രണ്ടാമത്തെ ഒരു ചോദ്യം തന്നെ, അവിടെ പ്ലോട്ട് നമ്മൾ എടുത്തു. അപ്പൊ അതൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ അതിലൊരു നമുക്ക് 5.5 സെന്റ് സ്ഥലമുണ്ട്. അപ്പൊ 5.5 സെന്റ് സ്ഥലത്തിൽ നമുക്കൊരു 1500 സ്ക്വയർ ഫീറ്റ് 2 BHK താഴെയും ഒരു 3 ബെഡ്റൂം ടോട്ടലി, ഒരു ബെഡ്റൂം മുകളിൽ അങ്ങനെ ചെയ്യാനായിട്ടുള്ള. അതിന് 5.5 സെന്റ് സ്ഥലത്തിനാകുമ്പോൾ ആവശ്യത്തിന് സ്ഥലം ഉണ്ടല്ലോ. നമുക്ക് ഫ്രണ്ടില് ഒരു കുറച്ച് അധികം സ്ഥലം വേണം. അപ്പൊ അങ്ങനെ അല്ലത് പരമാവധി നമ്മൾ പുറലോട്ട് ഇറക്കി വീട് ചെയ്യുക. 5.5 സെന്റ് സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ ആവശ്യത്തിന് സ്ഥലമുണ്ട്. ഈ പറയുന്ന 2 ബെഡ്റൂം ഒക്കെ ഇട്ട് ചെയ്താലും പിന്നെ സ്ഥലം അത്യാവശ്യത്തിന് മിറ്റമൊക്കെ ആയിട്ട് മുമ്പിൽ ഉണ്ടാവും. ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഈ ബെഡ്റൂം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 10-14 ആ ഒരു റേഞ്ചിലൊക്കെ ചെയ്യേണ്ട കുഴപ്പമുണ്ടാവില്ല? 10-14 കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. 10-14 നല്ലത് ചിലപ്പോൾ 13-11 ആയിരിക്കും കേട്ടോ. ഓക്കെ. ഇതൊരു കുറച്ച് റെക്ടാങ്കിൾ പോലത്തെ പ്ലോട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞതാ, ചെയ്തു വരുമ്പോഴത്തേക്കും നോക്കിയിട്ട് 11 ഫീറ്റ് 10 ഫീറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇത്തിരി കുറവായിരിക്കും. 11x13 11x12 എന്നൊക്കെ പറയുന്ന നല്ല സൈസാ ബെഡ്റൂമിന്. ഓക്കെ ഓക്കെ. നമ്മൾ ക്യൂൻ സൈസ് കട്ടിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ക്യൂൻ സൈസ് ആണല്ലോ, ലെങ്ത് ആണല്ലോ, 6 ഫീറ്റ് ലെങ്ത് വരുവേ. അപ്പം 10 ഫീറ്റ് മതിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതി. പക്ഷെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് 11 അടിയാ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. സമയപരിധി കാരണം ഒരു ക്വസ്റ്റിനോടും കൂടെ ഞങ്ങൾ എടുത്തിട്ട് റെസ്പോൺസിലേക്ക് മാറുവാണ്. ഷാനി മാം ചോദിച്ചോളൂ. ഹലോ. ഹലോ. ഞങ്ങള് ഇവിടെ എറണാകുളത്ത് ഒരു 600 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടുണ്ട്. അപ്പൊ അത് ഞങ്ങള് 2.5 സെന്റ് അത് ഞങ്ങൾ മേടിച്ചതാണ്. അതിന്റെ സ്ട്രക്ചറിനെ പറ്റിയൊന്നും നമുക്ക് അത്ര ധാരണ പോരാ.
അപ്പോ അതിന്റെ ബെൽറ്റ് വാർത്താണ് ചെയ്തതെന്നുള്ളത് ഇവിടെ ഇതിന്റെ അടുത്തുള്ള ആൾക്കാർ പറയുന്നു, അല്ലാണ്ട് വേറെ വിവരങ്ങളൊന്നും ഞങ്ങൾക്കില്ല. അപ്പൊ അതിന്റെ മുകളിൽ ഒരു 2 ബെഡ്റൂമും കാര്യങ്ങളുമായിട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതിന് എന്താണ് വല്ല പ്രശ്നങ്ങളും ഉണ്ടോ? ഫില്ലർ വല്ലതും വേറെ സെപ്പറേറ്റ് വാർത്ത്? ഒന്ന് ബിൽഡിംഗ് നേരിട്ട് കാണണം സാറേ, അല്ലാതെ നമുക്ക് പിന്നെ അത് ചെയ്ത ആൾക്കാരെ വല്ലതും പരിചയം ഉണ്ടെങ്കിൽ അവരോടൊന്ന് ഒപ്പീനിയൻ ചോദിക്കുവാണ് നല്ലതായിരിക്കും. തൊട്ടടുത്ത് അവരുടെ റിലേഷനൊക്കെ ഉണ്ട്. അവർ പറയുന്നു ബെൽറ്റൊക്കെ വാർത്താണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാമെന്ന് അവർ പറയുന്നു. ഈ പ്ലാൻ വരച്ച എഞ്ചിനീയറും ഇവിടെ അടുത്തുള്ളതാണ്, അവരെയും പുള്ളിയും കണ്ടിരുന്നു. അപ്പൊ അവര് പറയുന്ന കുഴപ്പമില്ല എന്നാ പറയുന്നത്. ഞങ്ങൾക്ക് പ്രശ്നം കാണാൻ വഴിയില്ല. നമ്മളിപ്പം അത് ചെയ്ത ആൾക്കാർക്കും അല്ലെങ്കിൽ നമുക്കത് ഇപ്പൊ കിടക്കുന്ന സ്റ്റെയർ പുറത്തൂടെയാണ്. അപ്പൊ നമുക്കത് സ്റ്റെയർ അകത്തൂടെ ആക്കണം. ഒരു ബെഡ്റൂം താഴെ 2 ബെഡ്റൂം ഉണ്ട്, അത് ഒരു ബെഡ്റൂം കുറച്ചും കൊണ്ട് അകത്തൂടെ സ്റ്റെയർ ആക്കി മുകളിൽ 2 ബെഡ്റൂം കൊടുക്കാനുള്ള ഇത് ആണ് നോക്കുന്നത്. അതെ, അല്ലാതെ പിന്നെ ഇതിനകത്ത് ബെൽറ്റിനേക്കാൾ കൂടുതൽ സാറേ ഇതിനകത്ത് മെയിൻ കാര്യം വെച്ചാൽ ഇതിന്റെ സോയിലിന്റെ സ്ട്രെങ്ത്. ഇത് ഇരിക്കുന്ന സോയിലിന് ഒരു നിലയുടെ വെയിറ്റ് കൂടെ താങ്ങാനുള്ള സ്ട്രെങ്ത് ഉണ്ടോ, ആ തറയ്ക്ക് സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ കാര്യം. അപ്പം അപ്പൊ ആ ചുറ്റുവട്ടത്തൊക്കെ 2 നില വീടൊക്കെ ഉള്ളതല്ലേ ഇഷ്ടം പോലെ? അടുത്ത എല്ലാം നമ്മുടെ വീട് മാത്രമേ ഉള്ളൂ, സിംഗിൾ നില നമ്മുടെ മാത്രമേ ഉള്ളൂ. പിന്നെ കുഴപ്പമൊന്നും കാണില്ല, അവിടുത്തെ സോയിലിന് പൊതുവെ സ്ട്രെങ്ത് ഉള്ളതായിരിക്കും. അപ്പൊ അങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ തൊട്ടടുത്ത് ഒരെണ്ണം ഒന്ന് പണി തീർന്നു വരുന്നേ ഉള്ളൂ, അതും 2 നിലയാണ്. ഞങ്ങളത് മാത്രമേ ഉള്ളൂ സിംഗിൾ നില. അപ്പൊ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. എറണാകുളത്തിന് ഏത് ലൊക്കാലിറ്റിയാ സാറേ? ഏത് ഏരിയ? പച്ചാളം. പച്ചാളം അല്ലേ? പച്ചാളം എന്ന് പറയുമ്പോ നമ്മുടെ മേൽപ്പാലം ഇറങ്ങി വരുന്ന ആ ഭാഗത്തുള്ള കല്ലൂര് പച്ചാളം ആ ലൊക്കാലിറ്റിക്കകത്ത് വരുന്നതാണ്. അവിടെയൊക്കെ അത്ര പ്രശ്നം വരാൻ വഴിയില്ല. ചിലപ്പോൾ ഒരു നിലയുടെ ചെയ്യായിരിക്കും. താങ്ക് യു. ലിബിൻ സർ 2 ക്വസ്റ്റിനോട് 2 പേരോട് ചോദിച്ചിട്ടുണ്ട്. അഡ്മിറ്റ് ചെയ്തോട്ടെ. ഓക്കെ. ബില്ലിംഗ്. ഹലോ കേൾക്കാവോ? ഈ WPC എന്ന് പറഞ്ഞ ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് നമുക്ക് വാതിലിനും ജനലുകൾക്കും വെക്കാൻ പറ്റുമോ? WPC കൊണ്ട് വാതിലും ജനലും ഒക്കെ ചെയ്യാറുണ്ട്. ഞാനത് അങ്ങനെയാണ് ഞാനത് ഒരു കാര്യം പറയാം. ചെയ്ത സ്ഥലങ്ങളിൽ ഞാൻ കണ്ടൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് സണ്ണുമായിട്ട് കോണ്ടാക്ട് വരുമ്പോ അത് ഇങ്ങനെ വട്ടച്ചു പോകുന്നൊരു പ്രശ്നമുണ്ട്. അതിനെ ഷേപ്പ് മാറുന്നൊരു പ്രശ്നമുണ്ട്. അപ്പം ഇത്തിരി അത് ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാതിരിക്കുമായിരിക്കും നല്ലത്. ഹീറ്റ് വന്നു കഴിയുമ്പോൾ അത് ബെൻഡ് ആവുന്നൊരു ഇത് കാണുന്നുണ്ട് അല്ലേ? ഓക്കെ. അതുപോലെ ഈ പ്ലാസ്റ്റിക് ആണെന്നാണ് പറയുന്നത്. അപ്പൊ അത് പ്ലാസ്റ്റിക് അങ്ങനെ പൊളിഞ്ഞു പോകാനുള്ള ഒരു ചാൻസും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഇതൊക്കെ മാർക്കറ്റ് വന്നിട്ട് ഒരു 5-6 വർഷമൊക്കെ ആയതേ ഉള്ളൂ. അപ്പൊ അതൊന്നും അത്രയ്ക്ക് അങ്ങനത്തെ കംപ്ലൈന്റുകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. മെയിൻ ആയിട്ട് കണ്ടൊരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഹീറ്റ് അടിച്ചു കഴിയുമ്പോൾ, ചൂടടിച്ചു കഴിയുമ്പോൾ ഇത് ബെൻഡ് ആകുന്ന പോലത്തെ കംപ്ലൈന്റുകൾ കണ്ടിട്ടുണ്ട്. കിച്ചണിലേക്ക് ഇത് അഡ്വൈസബിൾ ആണോ? എല്ലാ ഏരിയയിലും തടി ഉപയോഗിക്കുന്ന എല്ലാ ഏരിയകളിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. അതിന്റെ ഒറ്റ കാര്യമുള്ളൂ, ഇതിന്റെ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ഡെൻസിറ്റി എത്രയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. നല്ല ഡെൻസിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിന്റെ സ്ക്രൂ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും കബോർഡൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ ഈ നല്ലൊരു ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ അത് എങ്ങനെ, എത്രയായിരിക്കും അതിന്റെ അളവ് വരുന്നത്? അത് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയൽ ചോദിക്കണം. എനിക്ക് അതിനെ പറ്റി ഇപ്പൊ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു ഐഡിയ വരുന്നില്ല. അവരോട് തന്നെ ചോദിച്ചാൽ മതി. അപ്പൊ ഡെൻസിറ്റി ആണ് ഇതിനകത്തെ കാര്യം. കാരണം വെച്ചാൽ ഇത് കംപ്രസ് ചെയ്യുന്ന പ്രഷർ കൊടുക്കുന്ന അനുസരിച്ചിട്ട് ഇതിന്റെ ഡെൻസിറ്റി വരുന്നത്. ഡെൻസിറ്റി കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്ക്രൂ കയറി കഴിയുമ്പോൾ അത് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഡെൻസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ സ്ക്രൂ ഇളകി പോകാനുള്ള സാധ്യത കൂടുതൽ. അതാണ്. ഓക്കെ. ഈ വാതിലുകൾക്കും ജനലുകൾക്കും നമ്മൾ മരമാണ് യൂസ് ചെയ്യണമെങ്കിൽ അതായത് ഇപ്പൊ തേക്കൊന്നും നമുക്ക് പറ്റില്ല, അല്ലാതെ ഉള്ള മരമാണെങ്കിൽ ഏത് മരമായിരിക്കും ബെറ്റർ? ഇപ്പം ഓരോ ഏരിയയിലും ഓരോന്ന് ഉപയോഗിക്കണം. ഇപ്പൊ ഞങ്ങളുടെ ഈ കോട്ടയം ഈ മേഖലകളൊക്കെ ഉപയോഗിക്കുന്നത് കട്ടി ഉരുപ്പിടി, അതായത് കട്ടള പോലത്തെ കാര്യങ്ങൾക്ക് ആഞ്ഞിലി ഉപയോഗിക്കും. പലക പോലത്തെ കാര്യങ്ങൾക്ക് പ്ലാവ് ഉപയോഗിക്കും. അതായത് ജനലിന്റെ ചട്ടത്തിനൊക്കെ പ്ലാവ് ഉപയോഗിക്കാറുണ്ട്. അതായത് കട്ടി കൂടുതലുള്ള ഉരുപ്പടികൾക്ക് ആഞ്ഞിലി ഉപയോഗിക്കാം. കട്ടി കുറഞ്ഞ മെറ്റീരിയലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലാവ് ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ഇരുള് അങ്ങനെയൊക്കെ പറയുന്ന മരങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ ഒരു സെക്കൻഡ്, ഒരു മരത്തിന്റെ ഞാനിങ്ങനെ ഒരു ഇന്റീരിയറിന്റെ ഒരു ഇത് അന്വേഷിച്ചപ്പോ അവര് എന്റെ അടുത്ത് പറഞ്ഞാണ് കൊയില എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു മരം എന്തോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് എങ്ങനെയാ, ഭയങ്കര വിലയാണോ അല്ലെങ്കിൽ ആ സാധനം എങ്ങനെയാ ചെയ്തിട്ടുണ്ടോ അതിന്റെ എന്തെങ്കിലും?
ഞങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷെ അത് ഉപയോഗിക്കുന്ന അറിയാം. കുഴപ്പമൊന്നുമില്ല. അത് ഈ പറയുന്ന ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. വെയിറ്റ് കൂടുതലാ മെറ്റീരിയൽ, നല്ല മെറ്റീരിയൽ ഈ ജനലും വാതിലും അതൊക്കെ പറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന. അതെ അതെ. നോർമലി അല്ലെങ്കിൽ അതിന് പൊതുവെ മറ്റുള്ള മരത്തിന്റെ ഇത് വെച്ചിട്ട് പണിക്കാശ് കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരാൻ സാധ്യത? ഇതിനൊക്കെ റേറ്റ് ഒക്കെ എല്ലാം ഒന്ന് തന്നെയായിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും. വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഈ ഒരു ഞാൻ അതായത് WPC എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാള് 1-2 പേര് പറഞ്ഞു ഇങ്ങനെ, അത് ഈ സാർ പറഞ്ഞ പോലെ തന്നെ വെയിലും മഴയും ഏൽക്കുന്ന സൈഡ്, അതായത് ബെഡ്റൂമിന്റെ ഒരു സൈഡ്, ആ ബെഡ്റൂമുള്ള 2 സൈഡും തന്നെ നല്ലോണം വെയിലേക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെയൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ മാറ്റി ചിന്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് ഒരാള് ഇങ്ങനെ ഈ ഒരു മരത്തിന്റെ കേസ് പറഞ്ഞത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ ഈ ഏരിയയിലൊന്നും ഉപയോഗിക്കാറില്ല, പക്ഷെ ഈ ആലപ്പുഴ സൈഡിലേക്കൊക്കെ ഇത് ഇഷ്ടംപോലെ ഉപയോഗിച്ച് കാണാറുണ്ട്. ഓക്കെ, നമുക്കത് പോളിഷ് ചെയ്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണോ അതോ അല്ലെങ്കിൽ പെയിന്റ് അടിച്ച്? പോളിഷ് ചെയ്ത് ഉപയോഗിക്കാം, പെയിന്റ് ചെയ്യണേ പെയിന്റ് ചെയ്യാം. അത് നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ റിക്വയർമെന്റും പോലെ അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഈ കൊയില എന്ന് പറയുന്നത് മെറ്റീരിയൽ വെച്ചാൽ നമ്മുടെ തേക്കൊന്നും പോലെ അത്ര വലിയ ഗ്രെയിൻസ് ഉള്ള ഒരു മെറ്റീരിയൽ അല്ല. ഇത്തിരി ഗ്രെയിൻസ് കുറവ്, ഒരു മഹാഗണി ഒക്കെ പോലെ ഇരിക്കും കണ്ടു കഴിയുമ്പോൾ. ഓക്കെ. പിന്നെ കിച്ചണിന് സാർ എന്ത് മെറ്റീരിയൽ ആയിരിക്കും കൂടുതൽ അഡ്വൈസ് ചെയ്യണത്? കിച്ചൺ കബോർഡ്, അതുപോലെ വർക്കിംഗ് കിച്ചണില് ഇപ്പൊ നമുക്ക് വെള്ളമൊക്കെ മൾട്ടിവുഡ് യൂസ് ചെയ്യാം. ഈ 701 എന്നൊക്കെ പറയുന്ന ഒന്നെങ്കിൽ മൾട്ടിവുഡ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ 710 എന്ന് പറയുന്ന ഗ്രേഡിലുള്ള പ്ലൈവുഡ് യൂസ് ചെയ്യണം. അതല്ലെന്നുണ്ടെങ്കിൽ അലുമിനിയം കബോർഡ്സ്, അലുമിനിയം ഉപയോഗിക്കാം. അലൂമിനിയം നല്ലതാണ്. ഈ നമ്മുടെ മോഡുലാർ കിച്ചൺ ആ ഒരു നല്ലൊരു ഫിനിഷിംഗ് ഇതെല്ലാം അലുമിനിയത്തിന്റെ ഗൾഫ് പ്രൊഫൈൽ എന്നൊക്കെ പറയുന്ന പ്രൊഫൈലുകളുണ്ട്, അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതില് കിട്ടും അല്ലേ? ഓക്കെ. ശരി, താങ്ക് യു. രാജേഷ് സാർ ചോദിച്ചോളൂ. അതെ, എനിക്ക് ചോദിക്കാനുള്ള ഒന്ന്, ഈ നമുക്ക് വീട് പണിയുമ്പോൾ സിമെന്റ് കട്ട ഇപ്പൊ എല്ലാവരും ഉപയോഗിച്ച് വരുന്നതിന് പറയാം, ഇപ്പൊ എംബ്രിക് എന്നും പറഞ്ഞൊരു കട്ട ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് ഉപയോഗിച്ചാൽ ചൂട് കുറയോ, അത് ഉപയോഗിക്കുന്നുണ്ട് എന്തെങ്കിലും ബലത്തിന്റെ പ്രശ്നമുണ്ടോ? ഒന്നത്. 2, ഫസ്റ്റ് ഫ്ലോർ നമ്മൾ വാർക്കുമ്പോൾ ചെരിച്ച് വാർത്ത, ഇപ്പൊ നമ്മൾ എംസാൻഡ് ഒക്കെ വെച്ചാണല്ലോ വീട് പണിയുന്നേ, ചെരിച്ച് വാർക്കുന്നതാണോ നല്ലത്? അതില് സാർ പറയുകയാണെന്നുണ്ടെങ്കിൽ എംബ്രിക് എന്ന് പറയുന്ന മെറ്റീരിയൽ മാർക്കറ്റ് വന്നിട്ട് അധികം കാലം ആയില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാലത്തിന്റെ ഡ്യൂറബിലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് ഒപ്പീനിയൻ പറയാൻ പറ്റത്തില്ല. പക്ഷെ കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല നനവില്ലാത്ത ഏരിയകളിൽ യൂസ് ചെയ്താൽ. നനവ് സ്ഥിരമായിട്ട് നനവ് കിട്ടുന്ന ഏരിയകളിലൊക്കെ ഇത് യൂസ് ചെയ്താൽ അതെങ്ങനെ ആവും എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെറിയ സംശയങ്ങളുണ്ട്. ഒന്ന്, പിന്നെ ചൂട് ന്യായമായിട്ട് കുറയണം. കാരണം ക്ലേ കൊണ്ടുള്ള ബ്രിക്ക് ആയതുകൊണ്ട് ചൂട് എനിക്ക് തോന്നുന്ന ഫയർ ബ്രിക്കിനോളം തന്നെ അല്ലെ അതിനെക്കാട്ടിലും ചൂട് കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബലത്തിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാബിലെ റിപ്പോർട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. അതായത് നമുക്കൊരു സിമെന്റും കട്ട ഉപയോഗിക്കുന്ന അതേ സ്ട്രെങ്തും അതേ വെയിറ്റ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഈ എംബ്രിക് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ചെരിച്ചു വാർക്കയുടെ കാര്യം. ചെരിച്ചു വാർക്ക പൊതുവെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാറുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചെരിച്ചുള്ള വാർക്ക എന്ന് പറയുന്നത് ഒരിക്കലും പ്രോപ്പർ കോൺക്രീറ്റിങ്ങിന്റെ കോമ്പാക്ഷൻ, അതായത് നമ്മൾ മറ്റേ ഈ വൈബ്രേറ്റർ അടിക്കുക പോലത്തെ പരിപാടികൾ നടക്കുകയില്ല ചെരിച്ചു വാർക്കയിൽ. അപ്പൊ അതിങ്ങനെ ഒരു ഇച്ചിരി വെള്ളം കുറച്ച് മിക്സ് ചെയ്തിട്ട് അത് നമ്മളിങ്ങനെ പൊത്തി വെച്ച് ചെയ്യുവാണ് ചെരിച്ചു വാർക്ക ചെയ്യുക. അപ്പം ഈ ചെറിയ ഹോൾസ് ഈ വാർക്കകത്ത് ഉണ്ടാകാനുള്ള സാധ്യത, അപ്പൊ ലീക്ക് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചെരിച്ചു വാർക്കയും കൂടുതലാണ്. അതായത് പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ. അതേസമയം നല്ല വർക്കറാണ് ചെയ്യുന്നത് നല്ല സൂക്ഷിച്ചും വൃത്തിയായിട്ടും ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചെരിച്ചു വാർക്ക ചെയ്യുന്നതിന്റെ അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പണ്ട് ഈ മണലും ഇതൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന കാലത്ത് അത് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം പൊതുവെ അത് ക്രാഫ്റ്റ്മാൻഷിപ്പ്, അതായത് വർക്ക്മാന്റെ ഒരു കഴിവ് ഇപ്പൊ അത്രയ്ക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളൊന്നും പൊതുവെ ചെരിച്ചു വാർക്ക റെക്കമെൻഡ് ചെയ്യാറില്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. സമയപരിമിതി കാരണം നമ്മൾ നിർത്തുവാണ്. ഗുഡ് ഈവനിങ്. ഒരു മിനിറ്റ് കേട്ടോ, സൗണ്ട് കേൾക്കുന്നില്ല. ചോദിച്ചോളൂ സർ. ലിബിൻ സർ ചോദിക്കാൻ അലോ ചെയ്തോട്ടെ. രാജി മാം ചോദിച്ചോളൂ. ഓക്കെ,
എനിക്ക് കൊളോണിയൽ സ്റ്റൈലിനോട് ഒത്തിരി താല്പര്യമുണ്ട്. നമ്മളുടെ ഒരു കേരളത്തിലെ ഒരു കാലാവസ്ഥയ്ക്കും ഇതെന്ന് വെച്ചിട്ട് എങ്ങനെയാണ്, ഏതാ ശരിക്കും ഏറ്റവും നല്ലൊരു സ്റ്റൈൽ എന്ന് പറയുന്നത്? റൂഫ്ഡ് ആയിട്ടുള്ള എല്ലാ സ്ട്രക്ചറുകളും കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് നല്ല സ്ട്രക്ചർ. കൊളോണിയൽ എന്ന് പറയുന്നതിന് ഒരു റൂഫ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണല്ലോ, അപ്പൊ അതും കേരളത്തിന് ചേരുന്ന ഒരു രീതി തന്നെയാണ്. തിരിച്ചിട്ടുള്ള വാർക്ക എന്ന് പറയുന്നത് തന്നെയല്ലേ കൊളോണിയലിൽ വരുന്നത്? അതെ, ചെരിച്ചുള്ള വാർക്കയാണ് കൊളോണിയൽ വരുന്നത്. ഈവൻ ഫ്ലാറ്റ് വാർത്താലും ഡ്രസ് വർക്ക് ചെയ്ത് ചെരിച്ച് ഓടിടാലോ. അതെ അതെ, നമ്മുടെ കേരളത്തിന്റെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് റൂഫ്ഡ് ആയിട്ടുള്ള ചെരിവോട് കൂടിയ റൂഫുള്ള സ്ട്രക്ചറുകളാണ് ചേരുന്നത്. അതിപ്പം കൊളോണിയൽ സ്റ്റൈൽ ആണെങ്കിലും കേരളത്തിന്റെ ട്രഡീഷണൽ സ്റ്റൈൽ ആണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഏറ്റവും നല്ലത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ട് വാർത്തിട്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ട് റൂഫ് ഇടുക. അത് എന്തായാലും കുഴപ്പമില്ല, ഓടോ ഷീറ്റോ എന്തായാലും. അത് ഭംഗി തന്നെയാണ് അല്ലേ, നമ്മൾ ചെരിച്ച് വാർക്കുന്നതിനേക്കാളും. അതെ, ചെരിച്ചു വാർക്കുന്നതിനേക്കാൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി അതാണ്. കാരണം ചൂട് കുറയ്ക്കാൻ അത് സഹായിക്കും, മെയിൻ്റെനൻസ് എളുപ്പമാണ്. പിന്നെ ഈ ഫ്യൂച്ചർ വീണ്ടും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇത് മാറ്റാൻ നമുക്ക് പറ്റില്ലേ? എങ്ങനെയാ? അല്ല, റൂഫ് നമുക്കത് മാറ്റാൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ലേ നമ്മള് കൊളോണിയൽ പറയുമ്പോ? അതെ, മാറ്റാൻ പറ്റും. എന്തോ ഒരു കാര്യം. പിന്നെ കോൺട്രാക്ട് നമ്മളിപ്പോ ആർക്കിടെക്റ്റിനെ സമീപിക്കുമ്പോ ജസ്റ്റ് പ്ലാൻ വരച്ചിരുന്ന ആൾക്കാരുണ്ട്, ത്രൂ ഔട്ട് ആൾക്കാരുണ്ട്. ഏതാ ശരിക്കും നല്ലത്? പ്ലാൻ വരച്ചു തരുന്ന ആളായിരിക്കും നല്ലത്. ആണോ? അതല്ലാതെ കാരണം ആ ആളുടെ ഉദ്ദേശം പ്ലാൻ വരയ്ക്കുക എന്നുള്ളത് മാത്രമാണല്ലോ, കോൺട്രാക്ട് എടുക്കുക എന്നുള്ളതല്ലല്ലോ. അല്ല, കോൺട്രാക്ട് എടുക്കുന്നില്ല അവര്, പക്ഷെ അവര് ഇതിനകത്ത് ഞാൻ കാര്യം പറയാനറിയോ, ഈ യഥാർത്ഥത്തിൽ ഞങ്ങൾ ആർക്കിടെക്ട്സിന്റെ റൂൾ അനുസരിച്ചിട്ട് ആർക്കിടെക്ട് ഒരിക്കലും കോൺട്രാക്ടർ ആവരുത് എന്നുള്ളതാണ്. അതായത് ആർക്കിടെക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ, അതായത് ക്ലയന്റിന് വേണ്ടിയിട്ട് സംസാരിക്കേണ്ട ആളാണ് ആർക്കിടെക്ട്. അപ്പൊ ആർക്കിടെക്ട് തന്നെ പണി എടുത്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ട് ക്ലയന്റിന് വേണ്ടിയിട്ട് സംസാരിക്കുമോ അതോ അയാളുടെ പ്രോഫിറ്റിന് വേണ്ടി സംസാരിക്കുമോ? അല്ല സർ, പണിയെടുക്കുന്നില്ല ഞാൻ പറയുന്നത്. നമ്മൾ വേറൊരു കോൺട്രാക്ടറിന് കൊടുക്കുകയാണെങ്കിൽ ഈ ആർക്കിടെക്ട് അയാൾ വന്നിട്ട് വിസിറ്റ് ചെയ്ത് നോക്കൂല അവരുടെ അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതുണ്ട്, ജസ്റ്റ് പ്ലാൻ വരച്ച് അതോടുകൂടി ആ ഒരു കണക്ഷൻ കഴിയും. അല്ല, അത് അപ്പൊ സ്വാഭാവികമായിട്ട് റേറ്റ് കൂടുതലായിരിക്കുമല്ലോ സൈറ്റ് വരുന്നത് നോക്കുന്ന ആൾക്കാർ. സൈറ്റ് വന്ന് നോക്കി ആർക്കിടെക്ടിന്റെ മോണിറ്ററിംഗിൽ പണി നടക്കുന്നത് തന്നെയാണ് നല്ലത്. അത് അങ്ങനെ വരുമ്പോ ഇപ്പത്തെ ഒരു ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് ഡിപ്പെൻസ്, അത് ഓരോ ഫേമിനനുസരിച്ചിട്ടൊക്കെ മാറും. എങ്കിലും ഒരു ആവറേജ് പറയുമ്പോ അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് പറയാം, ഇപ്പൊ നിങ്ങൾക്കൊരു പാട്ട് എഴുതാം, നമുക്കൊരു പാട്ട് കമ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലോക്കൽ ഒരു സ്റ്റുഡിയോയിൽ പോയി ഒരാളെ കൊണ്ട് കമ്പോസ് ചെയ്യിപ്പിക്കാം, അയാൾക്കൊരു തുകയുണ്ട്. AR റഹ്മാനെ കൊണ്ട് കമ്പോസ് ചെയ്യിപ്പിക്കാം, അയാൾക്കും ഒരു തുകയുണ്ട്. ഡിപ്പെൻസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ? പെട്ടെന്ന് ചോദിച്ചു. ചോദിച്ചോട്ടെ. പെട്ടെന്ന് ചോദിച്ചു. അതായത് നമ്മളുടെ വീടിന് മേളിൽ ഇപ്പൊ ഡ്രസ് വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഒരു 800 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. അപ്പൊ അതിന്റെ മേളിൽ ആ ഡ്രസ് വർക്ക് നിർത്തിക്കൊണ്ട് ഒരു വീട് ചെയ്യുന്നതായിരിക്കോ നല്ലത്? ആ ഡ്രസ് വർക്ക് മാറ്റിയിട്ട് വാർക്കലി ചെയ്യണായിരിക്കോ ബെറ്റർ? ഇപ്പൊ ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഒരു 10 വർഷത്തോളം ആയിട്ടുണ്ട്. ഡ്രസ് വർക്കിന് അകത്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്? ഡ്രസ് വർക്കിന് വേറെ കംപ്ലൈന്റുകളൊന്നും ഇല്ലെങ്കിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ 10 വർഷമൊക്കെ ആയ സ്ഥിതിക്ക് അത് മാറ്റിയിട്ട് വാർത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആയിരിക്കും അല്ലേ? ഈ ഡ്രസ് വർക്കിന്റെ താഴെ എന്താണെങ്കിലും സീലിംഗും പരിപാടിയൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അതാ പറഞ്ഞത്, അതായത് ഡ്രസ് വർക്ക് 10 വർഷം ആയ സ്ഥിതിക്ക് ഇനി അതൊരു 10 വർഷമോടെ ആയുസ് പ്രതീക്ഷിച്ചാൽ മതി. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത സീലിംഗും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ റീ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അത് നല്ലത് ഇപ്പൊ തന്നെ ഇത് മാറ്റിയിട്ട് വാർത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കോസ്റ്റിൽ അപ്പൊ ഒത്തിരി വ്യത്യാസം വരുമോ? വലിയ വ്യത്യാസമൊന്നും വരാനില്ലെന്നേ. എന്താണെങ്കിലും ഭിത്തി കെട്ടും ബാക്കി കാര്യങ്ങളെല്ലാം കിടക്കുവാണല്ലോ. ഒരു വാർക്കയുടെ പൈസ മാത്രമല്ലേ നമുക്ക് വ്യത്യാസം വരാനുള്ളൂ. അല്ല, 800 സ്ക്വയർ ഫീറ്റ് വാർക്കലും മറ്റേ സീലിംഗ് ചെയ്യണം തമ്മിൽ അധികം വ്യത്യാസം വരില്ലെന്നാണോ സാർ പറയുന്നത്? അതെ അതെ അതെ, വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതിന്റെ ബെനിഫിറ്റും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ വാർക്കുന്നത് തന്നെയാണ് നല്ലത്. ലൈഫ് കൂടുതലായിരിക്കും. അതെ, അത് ഇപ്പൊ ഈ കെട്ടണത് വെയിറ്റ് കുറഞ്ഞാൽ ഇപ്പൊ പുതിയൊരു കട്ട വെച്ച് കെട്ടുന്നതായിരിക്കും. കുഴപ്പമില്ല, അതിന്റെ ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള കട്ട വേണം ഉപയോഗിക്കാൻ എന്നുള്ളതേ ഉള്ളൂ. അതായത് വാർക്കാനാണെന്ന് പറഞ്ഞ് തന്നെ മേടിക്കണം ആ കട്ട.
പാർട്ടീഷൻ ചെയ്യുന്ന കട്ടയായിരിക്കരുത്. ഓ അങ്ങനത്തെ രണ്ടു ടൈപ്പ് ഉണ്ടാവും അല്ലേ? വാർക്കലിനും അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ജോസ്. എല്ലാവർക്കും നമസ്കാരം. ഓഡിബിൾ ആണെന്നാണ് വിശ്വാസം. അപ്പം ആദ്യം തന്നെ ഇവിടെ ആയിരിക്കുന്നതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു നിങ്ങൾ ഓരോരുത്തരായിട്ട്. ഇന്ന് ആക്ച്വലി കോഡോ കുറെ കാലം ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വെബിനാർ ആയിരുന്നു. ഇത് നമ്മള് ആളുകളുടെ ഭാഗത്തുനിന്നുള്ള ഫീഡ്ബാക്കും അതുപോലെ തന്നെ വന്ന പല സജഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആദ്യമായിട്ടൊരു AMA അല്ലെങ്കിൽ ആസ്ക് മീ എനിത്തിങ് സെഷൻ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ നടത്തിയത്. അതിന്റെ റെസ്പോൺസ് കണ്ടതിൽ വളരെയേറെ സന്തോഷം. ഇന്ന് ഇവിടെയുള്ള ഹോം ഓണേഴ്സ് പലരും, വീട്ടുടമസ്ഥർ പലരും വളരെ നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾ അവരുടെ വീട് നിർമ്മാണത്തെ കുറിച്ച് അവർ ചോദിക്കുകയുണ്ടായി. അതില് നമുക്കത് നോക്കുമ്പോൾ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഓരോന്നും. അത് കാണിക്കുന്നത് പലരും പല സ്റ്റേജിൽ എന്നുള്ളതാണെന്നാണ്. പല സ്റ്റേജിൽ എന്താ പറയുക, പ്ലോട്ട് വാങ്ങിക്കുന്നതിന് മുന്നേ ഉള്ള ചോദ്യങ്ങൾ വന്നു, പ്ലാനിങ്ങിനെ കുറിച്ചുള്ള സംശയങ്ങൾ വന്നു, ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുള്ള രീതിയിലുള്ള സംശയങ്ങൾ, അതുപോലെ തന്നെ ഇന്റീരിയർ റിലേറ്റഡ് സംശയങ്ങൾ വന്നു, മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നു. ഇതിനെക്കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവും അതുപോലെ തന്നെ അതിന് വേണ്ട ഗൈഡൻസുമാണ് ഇന്ന് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഗസ്റ്റ് സ്പീക്കർ ലിബിൻ തോമസ് സാറ് അഡ്രസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി കോളോ ആപ്പും ഇതിനു വേണ്ടിയാണ്, ഈ വാല്യൂവിലാണ് ദൃഢമായിട്ട് നിലകൊള്ളുന്നത്. ഹോം ഓണേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഹോം ഓണേഴ്സിന് ഗൈഡൻസിന്റെ അത്യാവശ്യം വളരെയേറെ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വീട് പണി ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് പോകെ പോകെ കുറെ സംശയങ്ങൾ വരും. അതിന്റെ ഗൈഡൻസ് കൊടുക്കാൻ നമുക്ക് വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഹോം ഓണർ അഡ്വൈസേഴ്സും നമ്മുടെ ഹോം ഓണർ അഡ്വൈസറി പ്രോഗ്രാമിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഹോം ഓണർ അഡ്വൈസറി പ്രോഗ്രാം ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബുക്ക് ആൻഡ് അഡ്വൈസർ ഫോർ ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട് പണി ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയവും ക്ലാരിഫൈ ചെയ്യാനും അതിനു വേണ്ട ഗൈഡൻസുകൾ ചോദിക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും നമ്മുടെ അഡ്വൈസേഴ്സ് സജ്ജരായിരിക്കും. നിങ്ങളോടൊപ്പം തന്നെ അവരുണ്ടാവും. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സെഷൻ വളരെയേറെ കൂടുതൽ ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സെഷൻ ആണെന്ന് മനസ്സിലാക്കിയതിൽ വളരെയേറെ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ലിബിൻ തോമസ് സാർ. അദ്ദേഹം ചീഫ് ഡിസൈനർ ആൻഡ് ഡയറക്ടർ ഓഫ് ഗ്രീൻ ആഷ്വൽ ആർക്കിടെക്ചർ. ഗ്രീൻ ആഷ്വലുമായിട്ട് നമുക്കൊരു ക്ലോസ് അസോസിയേഷൻ ഉണ്ട്. അവര് ഗ്രീൻ ആഷ്വൽ മുന്നേ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് സാറുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു മാസത്തോളം നമ്മൾ ക്ലോസ് ആയിട്ട് കോൺടാക്റ്റിലിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഈ സെഷൻ ഇവിടെ നടന്നത്. സാറ് ഇവിടെ ചെലവഴിച്ച സമയത്തിനും ഇത്രയും മൂല്യമേറിയ ഗൈഡൻസ് നമ്മുടെ വീട്ടുടമസ്ഥർ അല്ലെങ്കിൽ ഹോം ഓണേഴ്സിന് നൽകിയതിലും സാറിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ലിബിൻ സാർ. ഇനി നന്ദി പറയാനുള്ളത് നമ്മുടെ ഹോം ഓണേഴ്സിനോടാണ്. കാര്യം നിങ്ങൾ ചോദിച്ച ഓരോ ചോദ്യവും മറ്റ് വീട്ടുടമസ്ഥന്മാർക്ക് വളരെയേറെ എന്താ പറയുക ക്ലാരിറ്റി കൊടുക്കുകയും അതുപോലെ തന്നെ അവരെന്തൊക്കെ പ്രതീക്ഷിക്കണം വീട് പണിയിൽ എന്ന് മനസ്സിലാക്കാനും അവരെ സഹായിച്ച കുറെ ചോദ്യങ്ങളാണ് ആക്ച്വലി. അപ്പം നിങ്ങൾ ഇവിടെ നമ്മളോട് കൂടി ചെലവഴിച്ച ഈ സമയത്തിനും ചോദിച്ച മൂല്യമേറിയ ചോദ്യങ്ങൾക്കും നിങ്ങളോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് എവരിവൺ. ഇനി എനിക്ക് നന്ദി രേഖപ്പെടുത്താനുള്ള മറ്റാരോടുമല്ല, കോളോയുടെ ടീമാണ്. കോളോയുടെ ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പരിപാടി വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓർഗനൈസ് ചെയ്ത് ഈ വേദി ഉണ്ടാക്കിയ ടീം, നമ്മുടെ ടീം മാനേജർ ആഞ്ജനേയൻ, ലീഡ് അഡ്വൈസർ ടീമും അതുപോലെ നമ്മുടെ ബാക്കിയുള്ള അഡ്വൈസറി ടീം, ടെലികോളിംഗ് ഏജൻസ്, അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് ടീം ഇത് ഓർഗനൈസ് ചെയ്ത് എല്ലാവരോടും ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് ലിബിൻ സർ. താങ്ക് യു സോ മച്ച് എവരിവൺ. ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്. താങ്ക് യു സോ മച്ച്.